വിളിക്കും നാളെ സ്വർഗീയ വാതിൽ റയ്യാൻ തുറക്കും വീളേ സുഖലോക സുവർഗത്തിൻ കവാടം റയ്യാൻ സുഹൃതങ്ങളിലേക്ക് റമളാൻ കനിഞ്ഞു റയ്യാൻ അടിയാർകൾ കൂടായവൻ പൊറുക്കും കാലം അഫുവിന്റെ തിരുനോട്ടം തുണയ്ക്കും കാലം സുഖലോക സുവർഗത്തിൻ കവാടം റയ്യാൻ സുഹൃതങ്ങളിലേക്ക് റമളാൻ കനിഞ്ഞു റയ്യാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി അഹ്ലിസ് സിദ്ഖി വൽ വഫ. اللهم كن لنا معينا ومصرفا وبوئنا من الجنة غرفا وارزقنا بجاه نبيك عندك قبولا وعزا وشرفا. ഏറ്റവും ബഹുമാനമുള്ള ക്ലാസ് റൂമിലെ സാദാത്യങ്ങളെ, ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, റേഡിയോ വഴി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നോമ്പിന്റെ ചില ഭാഗങ്ങളെക്കുറിച്ച് ഇവിടെ അറിയിക്കപ്പെട്ടതുപോലെ ഒരു എത്തിനോട്ടം നടത്താനാണ് ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട നൂറി ഫൈസി ഉസ്താദ് നമ്മളോട് അറിയിച്ചതുപോലെ നോമ്പിന്റെ മസ്സലകൾ വളരെ വിശാലമാണല്ലോ, വളരെ ഗഹനമായ പഠനം ആവശ്യമുള്ളതുമാണ്. സാധാരണ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില സംശയങ്ങളൊക്കെ ദൂരീകരിക്കൽ വളരെ അനിവാര്യമായ സംഗതിയുമാണ്. അതിനാൽ എന്റെ അറിവിന്റെ പരിധിയും പരിമിതിയുമൊക്കെ വെച്ചുകൊണ്ട് കഴിയുന്ന തോതിലുള്ള ഒരു ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയായി എനിക്കത് പറയാനും കേട്ടു മനസ്സിലാക്കി ജീവിതത്തിൽ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് ഇബാദത്തുകളിൽ ഏർപ്പെടാൻ നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ പറയുന്ന കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. നോമ്പ് സംബന്ധമായി എന്തെല്ലാം മസ്അലകൾ ആണ് ഇവിടെ പറയപ്പെട്ടത് കഴിഞ്ഞ ക്ലാസുകളിലൂടെ എന്ന് വ്യക്തമായി ശ്രദ്ധിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ പറയുന്നതിൽ ആവർത്തനമുണ്ടായേക്കാം, എങ്കിലും നിങ്ങൾ ശ്രവിക്കണം, ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നോമ്പ് എന്നതിന്റെ അറബി പദം അസ്വിയാമു അല്ലെങ്കിൽ അസ്വൗമു എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു എന്നാണ് പറഞ്ഞത്.
കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നോമ്പ് നിർബന്ധമാക്കിയ അറിയിപ്പും നിർബന്ധമാക്കാനുണ്ടായ കാരണവും അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ലക്ഷ്യവും ഒക്കെ ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അസ്വിയാമു എന്ന അറബി പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഷാപരമായ അർത്ഥം അൽ ഇംസാഖു എന്നാണ്. ഇംസാഖ് എന്ന് പറഞ്ഞാൽ അംസക എന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തി എന്നാണ് അറബിയിൽ അതിനർത്ഥം. അപ്പോ എന്തിനെയൊക്കെയോ ചില കാര്യങ്ങളെ പിടിച്ചു നിർത്തൽ അതിന്റെ ഭാഷാപരമായ അർത്ഥമാണ്. സാങ്കേതികമായി അല്ലെങ്കിൽ ശറഇൽ അൽ ഇംസാഖു അനിൽ മുഫ്തിറാത്തി മഅൻ നിയ്യത്തി എന്നാണ് ശാഫിഈ മദ്ഹബിലെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും മറ്റു മദ്ഹബുകളിലെ ഫിഖ്ഹി ഗ്രന്ഥങ്ങളിലുമൊക്കെ കാണാൻ സാധിക്കുക. അൽ ഇംസാഖു അനിൽ മുഫ്തിറാത്തി മഅൻ നിയ്യത്തി, നിയ്യത്തോടുകൂടി നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ സംഭവിക്കാതെ ശ്രദ്ധിക്കുക. നോമ്പിന് നമുക്കറിയാവുന്നതുപോലെ 2 ഫർളുകളുണ്ട്. ഒന്ന് നിയ്യത്താണ്, രണ്ടാമത്തത് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതും. ഹിജ്റ 2-ാം വർഷമാണ് ശഅബാൻ മാസത്തിലാണ് നോമ്പ് നിർബന്ധമാക്കിയത്. 1 മാസമാണ് നോമ്പ് നോൽക്കേണ്ടത്. ചില വർഷങ്ങളിൽ അത് 29 ആയിരിക്കും, ചിലപ്പോൾ 30 ദിവസം കിട്ടി എന്നിരിക്കും. തുഫയിലൊക്കെ കാണാവ എങ്കുസു എക്കുമുലു, ചിലപ്പോ ആ മാസം ചുരുങ്ങും, ചിലപ്പോ അത് പരിപൂർണമായി 30 ദിവസം കിട്ടും. എങ്ങനെയായിരുന്നാലും സവാബുഹുമാ വാഹിദുൻ, 29 നോമ്പ് നോറ്റാലും 30 നോമ്പ് നോറ്റാലും 1 മാസം നോമ്പ് നോറ്റ കൂലി കിട്ടും. അത് 29 ആയതുകൊണ്ട് ആ മാസം കൂലി കുറയില്ല. മുക്കല്ലഫായ നോമ്പ് നോൽക്കാൻ സാധിക്കുന്ന എല്ലാ ആളുകൾക്കും അഥവാ മുസ്ലിങ്ങൾക്കും നോമ്പ് നിർബന്ധമാണ്. അലാ കുല്ലി മുക്കല്ലഫിൻ മുതീഖിൻ ലഹു ഹിസ്സം വ ശറഅൻ എന്നാണ് ഇബാറത്തുകളിൽ കാണുക. മുക്കല്ലഫായ മനുഷ്യൻ, ബുദ്ധിയുള്ള പ്രായം തികഞ്ഞ മുസ്ലിമായ മനുഷ്യൻ, അതോടൊപ്പം മുതീഖിൻ ലഹു നോമ്പ് നോൽക്കാൻ ആരോഗ്യപരമായി സാധിക്കുന്നവൻ. ആരോഗ്യപരമായി എന്നുള്ളത് ഹിസ്സൻ വ ശറഅൻ, പ്രത്യക്ഷത്തിലും ശറഇയായിട്ടും അവന് നോമ്പ് നോൽക്കാൻ സാധിക്കുന്നവനായിരിക്കണം. പ്രത്യക്ഷത്തിൽ നോമ്പ് നോൽക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടി, ഭ്രാന്തൻ തുടങ്ങിയവർക്കൊന്നും സാധാരണഗതിയിൽ പ്രത്യക്ഷ രൂപേണ നോമ്പ് നോൽക്കാൻ സാധിക്കാത്തവരാണ്. എന്നാൽ ഹൈള്, നിഫാസ് തുടങ്ങിയ അശുദ്ധിയുള്ള സ്ത്രീകൾ, അവർക്ക് പ്രത്യക്ഷത്തിൽ നോമ്പ് നോൽക്കാനുള്ള പ്രയാസങ്ങൾ നമുക്ക് കാണില്ലെങ്കിലും ശറഅ് അവർക്ക് നോമ്പ് നോൽക്കാൻ സാധിക്കാത്തവർ എന്ന പട്ടികയിലാണ് അവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് നിർബന്ധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് ഒരു പ്രാവശ്യം മാത്രമാണ് റമളാൻ 30 പൂർണ്ണമായി കിട്ടിയിട്ടുള്ളത്. ബാക്കി എല്ലാ വർഷങ്ങളിലും 29 മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് കാണാൻ സാധിക്കും. റമളാൻ മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയ മാസമാണ്. ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളെക്കാൾ റമളാൻ മാസത്തിനാണ് മൊത്തത്തിൽ പ്രത്യേകത എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തിൽ നിന്ന്
മനസ്സിലായതായി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റമളാനു സയ്യിദു ശുഹൂരി, റമളാൻ മാസങ്ങളുടെ നേതാവാണ്. അപ്പോൾ മാസങ്ങൾ എന്ന് പറഞ്ഞതിൽ ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 എല്ലാം പെട്ടല്ലോ. അതുകൊണ്ട് മൊത്തത്തിൽ പ്രത്യേകത, ശ്രേഷ്ഠത ഒരു മാസം എന്ന നിലക്ക് റമളാനിന് തന്നെയാകുന്നു. റമളാനിലെ നോമ്പ് മേൽപ്പറയപ്പെട്ട ആളുകൾക്ക് നിർബന്ധമാണ്. അതിൽ സഹാബത്തിന്റെയും മുസ്ലിം പണ്ഡിത ലോകത്തിന്റെയും ഇജ്മാ ഉണ്ട്. അത് ദീനിൽ ലറൂറത്തിനാൽ അറിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ റമളാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമില്ല എന്നൊരു മുസ്ലിം പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. ശഅബാൻ മാസം 30 ദിവസം പൂർത്തിയാകൽ കൊണ്ടോ അല്ലെങ്കിൽ ശഅബാൻ 29 പകൽ അസ്തമിക്കുമ്പോൾ മാസപ്പിറവി കാണൽ കൊണ്ടോ ആണ് നോമ്പ് നിർബന്ധമായതായി കണക്കാക്കുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി ഫഇൻ ഗുമ്മ അലൈക്കും ഫഅക്മിലൂ ഇദ്ദത ശഅബാന 30 യൗമൻ എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഹദീസിന്റെ ആശയം ഇങ്ങനെ മനസ്സിലാക്കാം: മാസപ്പിറവി കണ്ടതിനാൽ നിങ്ങൾ നോമ്പ് നോൽക്കുകയും അത് കണ്ടാൽ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുക. അഥവാ റമളാനിന്റെ മാസപ്പിറവി കണ്ടാൽ നോമ്പ് നോറ്റു തുടങ്ങുകയും ശവ്വാൽ മാസപ്പിറവി കാണുന്നതോടുകൂടി നോമ്പ് അവസാനിപ്പിച്ചു നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുക. ഫഇൻ ഗുമ്മ അലൈക്കും 29 അന്ന് നിങ്ങൾക്ക് ആകാശം മേഘാവൃതമായതിനാൽ കൃത്യമായി കാണാൻ സാധിക്കാത്ത ഘട്ടമാണ്, അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ ഫഅക്മിലൂ ഇദ്ദത ശഅബാന 30 യൗമൻ, ശഅബാൻ മാസം നിങ്ങൾ 30 എണ്ണി പൂർത്തിയാക്കുക. 30 തികഞ്ഞതിനു ശേഷം നിങ്ങൾ 1 എന്ന റമളാൻ ആരംഭിക്കുക. അപ്പൊ മാസം കാണണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇതൊരു കാഫിറായ മനുഷ്യൻ കണ്ടതായി ഖാളിയുടെ അടുക്കൽ പറഞ്ഞാലും മതി. സ്ഥിരപ്പെടുന്നത് എങ്ങനെയാണെന്ന് ഇൻഷാ അല്ലാഹ് ശേഷം പറയാം. മാസം കാണണം എന്നാണ് ഹദീസ് പറയുന്നത്. അതിനെ വിശദീകരിച്ച് ഫിഖ്ഹിൽ കാണാം: ലാ ഖൗലു മുനജ്ജിമിൻ, നക്ഷത്രങ്ങളെ നോക്കി കണക്ക് പറയുന്നവന്റെ കണക്ക് ഈ കാര്യത്തിൽ സ്വീകരിക്കാൻ പാടില്ല. നക്ഷത്രങ്ങളെ അവലംബിച്ചുകൊണ്ട് കണക്കു നോക്കുന്നവരെ അവരുടെ കണക്കനുസരിച്ച് റമളാൻ നോമ്പ് കണക്കാക്കാൻ പാടില്ല. വലാ ഹാസിബിൻ, മറ്റു എണ്ണങ്ങളനുസരിച്ച് മാസപ്പിറവി തീരുമാനിക്കുന്ന ആളുകളെയും ഈ കാര്യത്തിൽ അവലംബിക്കാൻ പാടില്ല. അഥവാ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ മണിക്ഫാൻമാരുടെ കണക്കുകളൊന്നും ഈ കാര്യത്തിൽ ഇസ്ലാമികമായി സ്വീകാര്യമല്ല. അവിടെ പറഞ്ഞതായി കാണാം, തുഫയിലും മറ്റുമൊക്കെയുണ്ട്: വലാബി വാസിത്തത്തി നഹ്വി മിർആത്തിൻ, ആധുനിക കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നത് പോലുള്ള നക്ഷത്ര നിരീക്ഷണ ഉപകരണങ്ങൾ നോക്കി കണ്ടാലും പോരാ. നക്ഷത്ര നിരീക്ഷണ യന്ത്രങ്ങൾ, മെഷീനുകൾ, ഉപകരണങ്ങൾ ഉപയോഗിച്ച് കണ്ടാലും അത് പോരാ. നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണണം. രസകരമായ ഒരു ചർച്ച അവിടെ വന്നിട്ടുള്ളത് കാലികമായി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വലാബി റുയത്തിൻ നബിയി ഖായിലൻ ഗദൻ മിൻ റമളാന, ഏതെങ്കിലും ഒരു പകരയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നാളെ റമളാനാണ് എന്ന് പറഞ്ഞാൽ അതും സ്വീകരിക്കാൻ പറ്റൂലാന്ന്. സ്വപ്നത്തിൽ വന്നിട്ട് റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞാണ്ട് ഒരാൾ പറഞ്ഞാല് അതും സ്വീകരിക്കാൻ പറ്റൂല. വലാബി റുയത്തിൻ നബി, ഒരാൾ നബിയെ കണ്ടു എന്ന് പറഞ്ഞു. ഖായിലൻ, നബി പറയാണ് അദ്ദേഹത്തോട് ഗദം മിൻ റമളാന, നാളെ റമളാൻ മാസാണ് എന്ന് നബി പറഞ്ഞു. ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടു,
റസൂലുള്ള എന്നോട് നാളെ റമളാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ പറ്റൂല. റസൂലുള്ളാനെ അങ്ങനെ കാണൂല എന്നുള്ളതുകൊണ്ടൊന്നുമല്ല. ലി ബോധി ലബ്തിർ റായി, ഈ പറഞ്ഞ ആളെ പറ്റാത്തത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്നത് പറയില്ല എന്നൊന്നുമില്ല, അങ്ങനെയൊന്നും വാദമില്ല. പിന്നെയോ ലി ബോധി ലബ്തിർ റായി, ഇത് കണ്ടയാള് അത്ര പോരാത്തവനായതുകൊണ്ടാണ്. മൂപ്പര് ശരിയായിക്കൊള്ളണമെന്നില്ലല്ലോ, അയാൾ അത്ര കൃത്യതയുള്ള ആളാകണം എന്നില്ല എന്നതുകൊണ്ടാണ്. ഏതായിരുന്നാലും വലാബിറുയത്തി ഖബലൽ മഗ്രിബി, അസ്തമയത്തിന്റെ മുമ്പ് കണ്ടാലും പോരാ. നിരീക്ഷണ യന്ത്രങ്ങൾ ഉപയോഗിച്ചൊക്കെ പറയുന്ന ആളുകൾ പറയാറുണ്ട്, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ഇത്ര മിനിറ്റ് മുമ്പ് ചന്ദ്രൻ വാനലോകത്ത് തെളിഞ്ഞു കാണുന്നതാണ്, അതുകൊണ്ട് അസ്തമയത്തിന് ശേഷം ഇത്ര മിനിറ്റ് അല്ലെങ്കിൽ ഇത്ര സെക്കൻഡ് അവിടെ അത് ശേഷിക്കും, അതിനാൽ ഇന്ന് കാണുന്നതാണ് അല്ലെങ്കിൽ കാണാവുന്നതാണ് എന്നൊക്കെ പറയും. പക്ഷെ ആ കണക്കിനൊന്നും ഇവിടെ യാതൊരു തരത്തിലുള്ള പ്രസക്തിയും ഇല്ല. ലഅന്ന ശാരിഅ ഇന്നമാ അനാത്തൽ ഹുക്മ ബിർറുയതി ബഅദൽ ഗുറൂബി, അസ്തമയത്തിന് ശേഷം മാസം കാണണം എന്നാണ് ശാരിഅ ഇവിടെ വിധി തീരുമാനിച്ചിട്ടുള്ളത്, തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ പിന്നെ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും പോയി നമുക്ക് തീരുമാനിക്കാനുള്ള അവകാശമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി എന്നാണ്. വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത് അസ്തമയത്തിനു ശേഷം മാസപ്പിറവി കാണുക എന്നാണ്. അതിനാൽ അസ്തമയത്തിന്റെ മുമ്പ് കണ്ടു എന്നതിനാലോ അല്ലെങ്കിൽ അസ്തമയത്തിന് ശേഷം തന്നെ ഉപകരണങ്ങളുടെ സഹായത്തോടെ കണ്ടു എന്നതിനാലോ സ്വപ്നം പോലുള്ള കാര്യങ്ങളിൽ അറിയിക്കപ്പെട്ടു എന്നതിനാലോ ഒന്നും റമളാൻ മാസം സ്ഥിരപ്പെട്ടതായി കണക്കാക്കപ്പെടാവതല്ല. ഇനി ഇത് സ്ഥിരപ്പെടണം എന്നുണ്ടെങ്കിൽ വസുബൂത്തു റുയതിഹി ബിശഹാദത്തി അദിലിൻ ബൈന യദൈ ഖാദി, ഖാദിന്റെ മുമ്പ് ചെന്നിട്ട് ഒരാള്, വിശ്വസ്തനായ ഒരാൾ ഞാൻ മാസം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഖാദിക്കത് സ്വീകാര്യമായെങ്കിൽ മാസം കണ്ടതായി തീരുമാനിക്കപ്പെടുന്നതാണ്. അങ്ങനെ ഖാദി തീരുമാനിച്ചാൽ ആ ഖാദിയുടെ അധികാരപരിധിയിലുള്ള മുസ്ലിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ്. കണ്ടയാള് എങ്ങനെയാണ് പറയേണ്ടത്? ബിലഫ്ലി അഷ്ഹദു ഇന്നി റഅയ്തുൽ ഹിലാല, ഞാൻ റമളാൻ മാസപ്പിറവി കണ്ടു എന്ന് ഞാൻ സാക്ഷി നിൽക്കുന്നു, എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് തന്നെ പറയണം. റമളാൻ മാസപ്പിറവി ഞാൻ കണ്ടു എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് ഖാദിയുടെ മുമ്പാകെ നീതിമാനായ ഒരാൾ വന്ന് സാക്ഷി നിന്നാൽ ഖാദിക്കത് ബോധ്യപ്പെടുകയും ഖാദി പ്രഖ്യാപിക്കുകയും ചെയ്താൽ ആ ഖാദിയുടെ അധികാരപരിധിയിലുള്ള മുക്കല്ലഫായ മുസ്ലിംകൾക്ക് നേരത്തെ പറഞ്ഞ നിബന്ധനകൾ ഒത്തവർക്ക് നോമ്പ് നിർബന്ധമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇങ്ങനെ ഞാൻ മാസപ്പിറവി കണ്ടു എന്ന് അറിയിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സ്വീകരിച്ചുകൊണ്ട് നോമ്പെടുക്കുകയും അമറന്നാസ ബിസുയാമിഹി, ആളുകളോട് നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ഇതാണ് ഇതിന് തെളിവായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്. അതോടൊപ്പം വേറെയും ഒരു ഹദീസിൽ അന്ന ആറാബിയൻ ഷഹിദ ബിഹി ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറത്തൻ ഉഖ്റ, മറ്റൊരിക്കൽ ഒരു ആറാബി ഞാൻ മാസപ്പിറവി കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഫഖാല, തങ്ങൾ പറഞ്ഞു, യാ ബിലാലു അദ്ദിൻ ഫിന്നാസി ഫല്യസൂമു, ജനങ്ങളോടെല്ലാവരോടും ഈ കാര്യം അറിയിക്കൂ ബിലാലെ, അവർ നോമ്പെടുത്തുകൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലിനോട് മാസപ്പിറവി കണ്ട് സ്ഥിരപ്പെട്ട കാര്യം അറിയിക്കുകയും അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു
അത് ജനങ്ങളെ അറിയിക്കുകയും ഉണ്ടായി. അങ്ങനെയാണ് ആ മാസത്തിൽ നോമ്പ് സ്ഥിരപ്പെട്ടതായി അന്ന് കണക്കാക്കിയത്. അതടിസ്ഥാനത്തിൽ മാസപ്പിറവി കണ്ടതായി വിശ്വസ്തനായ ഒരാൾ ഖാളിയുടെ മുമ്പാകെ വന്ന് സാക്ഷി നിൽക്കണം. അതിലൂടെയാണ് ആ ഖാളി അത് സ്വീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ആ പ്രദേശത്തുള്ള മുസ്ലിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാകുന്നത്. എന്നാൽ ഒരാൾ കണ്ടു, അയാൾ ഖാളിയോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഖാളിയോട് പറഞ്ഞിട്ട് ഖാളിക്ക് ഇയാളെ വിശ്വാസമില്ലാത്തതിനാലോ മറ്റോ ഖാളി അത് സ്വീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തില്ല എങ്കിലും കണ്ടയാൾക്ക് നോമ്പ് നിർബന്ധമാണ്. ഒരാൾ കണ്ടു, അയാൾ ഖാളിയോട് പറഞ്ഞില്ല, എന്നാൽ അയാൾക്ക് നിർബന്ധമാണ്. ഇയാൾ ഖാളിയോട് പറഞ്ഞു, ഖാളി സ്വീകരിച്ചില്ല, എന്നാലും ഇയാൾക്ക് നിർബന്ധമാണ്. കാരണം അയാൾ കണ്ടു എന്നുള്ളതാണ്. ആ ഭാഗം തൽക്കാലം അവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊരുപാട് കാര്യങ്ങളിലൂടെ ഓടിച്ചു പോകേണ്ടതുണ്ട് എന്നതിനാൽ ഇനി ഒരാൾ നോമ്പ് തുടങ്ങിയ നാട്ടിൽ നിന്ന് ഉദയാസ്തമയം വ്യത്യാസമുള്ള മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോവുകയാണ്. ഉദാഹരണത്തിൽ ഗൾഫിൽ താമസിക്കുന്ന ഒരു സഹോദരൻ ഇന്ത്യയിലേക്ക് യാത്ര പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ അവൻ നോമ്പ് തുടങ്ങുന്നത് പോകുന്ന നാട്ടിനേക്കാൾ ഒരു ദിവസം നേരത്തെയാണ്. ഗൾഫിൽ ഒരു ദിവസം മുമ്പ് നേരത്തെ തുടങ്ങി എന്ന് സങ്കല്പിക്കുക. ഈ പ്രാവശ്യം എല്ലായിടത്തും ഒരുപോലെയാണ് തുടങ്ങിയിട്ടുള്ളത്. ഗൾഫിൽ സാധാരണഗതിയിൽ ഒരു ദിവസം മുമ്പ് തുടങ്ങാറുണ്ട്. അങ്ങനെ ഒരു ദിവസം മുമ്പ് തുടങ്ങി അവൻ അവന്റെ നാട്ടിലേക്ക് യാത്ര പോയി. അവിടെ ചെന്നപ്പോൾ അവർക്ക് 29 നോമ്പായിട്ടുള്ളൂ. ഇവന് 30 ആയിട്ടുണ്ട്. പിറ്റേ ദിവസം അവർക്ക് 30. അപ്പൊ ഇവന്റെ നോമ്പ് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും അവൻ എത്തിയ നാട്ടിൽ എന്താണ് അവസ്ഥ എങ്കിൽ ആ അവസ്ഥയാണ് ഇവനും സ്വീകരിക്കേണ്ടത്. അഥവാ അവിടെ നോമ്പാണെങ്കിൽ ഇവനും നോമ്പുകാരനായി നിൽക്കണം. അല്ല, അവിടെ പെരുന്നാളാണെങ്കിൽ ഇവൻ 28 നോമ്പേ ആയിട്ടുള്ളൂ എങ്കിൽ പോലും അവരോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കുകയും ഇവന് നോമ്പ് പൂർണ്ണമായിട്ടില്ലെങ്കിൽ അഥവാ 29 കിട്ടിയിട്ടുള്ളൂ എങ്കിൽ അവൻ പിന്നെ ഒരു ദിവസം ഖളാ വീട്ടുകയും വേണം. ഇവന്റെ 30 കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ അവരോടുകൂടെ നോമ്പുകാരനെ പോലെ നിൽക്കുകയും വേണം എന്നുള്ളതാണ് അങ്ങനെയുള്ള അവസരങ്ങളിൽ പാലിക്കപ്പെടേണ്ടത്. ومن سافر إليهم بلد الرؤية إنسان فلسه أنه يوافقهم في الصوم آخرا. മാസാവസാനം അവരോടൊപ്പം അവൻ നോമ്പിൽ യോജിക്കുകയാണ് വേണ്ടത്. വഇൻ അതമ്മ 30, അവൻ 30 പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ശരി. ലിഅന്നഹു ബിൽഇൻതിഖാലി ഇലൈഹിം സാറ മിസ്ലഹും, കാരണം അവൻ അവരിലേക്ക് ചെന്നു ചേർന്നപ്പോൾ അവനും അവരെ പോലെയായി. ഇനി ഒമൻ സാഫറ മിനൽ ബലദില്ലദീ ലം യറ ഫീഹി ഇലാ ബലദിർ റുഅ്യതി, അവൻ പോയ നാട്ടിൽ മാസം കണ്ടിട്ടില്ല. അവൻ എവിടെ നിന്നാണോ പോയത് എങ്കിൽ അവിടെ മാസം കണ്ടിട്ടില്ല. എന്നാൽ അവൻ പോകാനിരിക്കുന്ന അഥവാ അവന്റെ യാത്ര അവസാനിക്കുന്ന നാട്ടിൽ കാണുകയും ചെയ്തിട്ടുണ്ട്, അഥവാ പെരുന്നാൾ മാസം കണ്ടിട്ടുണ്ട്. എന്നാൽ അയ്യദമാഹും, അവരോടൊപ്പം അവൻ പെരുന്നാൾ ആഘോഷിക്കണം. അഥവാ അവനിപ്പോ 29 നോമ്പേ ആയിട്ടുള്ളൂ, ചെല്ലിനോടത്ത് അവിടെ പെരുന്നാൾ ആയിട്ടുണ്ട് എങ്കിൽ അവരോടൊപ്പം അവനും പെരുന്നാൾ ആഘോഷിക്കണം. അല്ല 28 ആയിട്ടുള്ളൂ, മറ്റൊരു 29 പൂർത്തിയാക്കിയിട്ട് അവിടെ പെരുന്നാൾ ആഘോഷിക്കുകയാണ്, എന്നാൽ ഈ 28 നോമ്പ് നോറ്റ് യാത്ര ചെന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന നാട്ടിൽ അവനും പെരുന്നാൾ ആഘോഷിക്കണം. പെരുന്നാളിന് ശേഷം പിന്നീട് ഒരു നോമ്പ് അവൻ ഖളാ വീട്ടണം. കാരണം 28 നോമ്പ് എന്നതില്ല, 29 അല്ലെങ്കിൽ 30 ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് 28 നോമ്പ് നോറ്റ ഒരാൾ വേറെ ഒരു നാട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ പെരുന്നാളാണ്, എന്നാൽ
അവൻ അവരോടുകൂടെ പെരുന്നാൾ ആഘോഷിക്കുകയും പെരുന്നാളിന് ശേഷം പിന്നീട് ഒരു നോമ്പ് ഖളാ വീട്ടുകയും വേണം. ഇനി ഒരാൾ പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടാണ് ഇവിടുന്ന് വിമാനം കയറിയത് അല്ലെങ്കിൽ കപ്പൽ കയറിയത്, അവൻ ചെന്നു ചേരുന്ന നാട് അവിടെയാണെങ്കിലോ നോമ്പുമാണ്. ഇവനാണെങ്കിൽ ഇവിടുന്ന് പെരുന്നാള് തുടങ്ങിയിട്ടാണ് പോയത്. ഇപ്പം പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ പോയതാ, നാട്ടിൽ ചെന്നപ്പോ അവർക്ക് നോമ്പുമാണ്. അല്ലെങ്കിൽ വേറെ നാട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ സ്വന്തം നാട് എന്നായിക്കൊള്ളണമെന്നില്ല, വേറെ ഏത് നാട്ടിലേക്ക് യാത്ര പോയപ്പോഴും ചെന്നപ്പോൾ അവിടെ നോമ്പാണ്. ഇവൻ ഇവിടെ പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടാണ് പോയതും. എന്നാൽ ആ നാട്ടിൽ ചെല്ലുമ്പോൾ അവൻ നോമ്പുകാരനെ പോലെ നിൽക്കണം, അഥവാ അവൻ ഇംസാക്ക് ചെയ്യണം. കാരണം അവരോടൊപ്പം റമളാനിന്റെ ഹുർമത്തിനെ മാനിക്കുക എന്നുള്ളതാണ് അതിന്റെ കാരണം. ഇനി നിയ്യത്തും അനുബന്ധമായ കാര്യങ്ങളും നോമ്പിൽ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. നിയ്യത്തിന്റെ കാര്യത്തിലൊക്കെ ചില ആളുകൾ വളരെ അലസമായ തീരുമാനങ്ങളാണ് പറയാറുള്ളത്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ അത്താഴം കഴിച്ചാൽ തന്നെ നോമ്പിനു വേണ്ടിയാണല്ലോ, പിന്നെ വേറൊരു നിയ്യത്തൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വളരെ കർശനമായി ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നിയ്യത്തു ബിൽ ഖൽബി വലാ യുശ്തർതു തലഫ്ഫുദു ബിഹി. നിയ്യത്ത് ഹൃദയത്തിലാണ് കരുതേണ്ടത്, ഉച്ചരിക്കൽ നിബന്ധനയല്ല, പക്ഷേ ബൽ യുന്തബു സുന്നത്താണ്. ഫത്തുഹുൽ മുഈൻ തുടങ്ങി ഷാഫി മദ്ഹബിലെ മേലോട്ടുള്ള എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഇത് കാണാൻ സാധിക്കും. വലാ യുശ്തറതു തലഫ്ഫുദു ബിഹി നവൈതു സൗമഗദിൻ എന്നിങ്ങനെ ഉച്ചരിക്കൽ നിബന്ധനയല്ല, മനസ്സിൽ കരുതിയാൽ മതി. പക്ഷേ ബൽ യുന്തബു അത് ഉച്ചരിക്കൽ സുന്നത്താണ്. ലികുല്ലി യൗമിൻ എല്ലാ ദിവസത്തിനും വെവ്വേറെ നിയ്യത്ത് വെക്കണം. വലാ യുജ്സിഉ അൻഹ തസഹുറു അത്താഴം കഴിച്ചു എന്നതുകൊണ്ട് നിയ്യത്തിനെ തൊട്ടത് മതിയാകൂല. അപ്പൊ അത്താഴം കഴിച്ചിട്ടില്ലേ, അത്താഴം കഴിച്ച് നാളെ നോമ്പ് നോൽക്കണം എന്നുള്ളതുകൊണ്ടല്ലേ എന്നൊന്നും പറഞ്ഞാൽ അത് സ്വീകാര്യമല്ല. വൈൻ ഖസദ ബിഹി തഖവി അല സൗമി അത്താഴം കഴിച്ചപ്പോ നോമ്പിന് ശക്തി കിട്ടാനാണ് എന്നവൻ കരുതിയാലും ശരി, എന്നാലും പോരാ. വലൽ ഇംതിനാഉ മിൻ തനാവുലിൽ മുഫ്തിരി നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും പോരാ. ഖൗഫൽ ഫജ്രി ഫജ്ർ വെളിവാകുന്നത് പേടിച്ച് അവൻ ഭക്ഷണം കഴിക്കാതെയൊക്കെ, അഥവാ ബാങ്ക് കൊടുത്തിട്ടുണ്ടാകോ എന്നുള്ള നിലക്ക് ഭക്ഷണം കഴിക്കലൊക്കെ നിർത്തിവെച്ചു, എന്നാലും അത് പോരാ. മാലം യഖ്തുർ ബി ബാലിഹി അസ്സൗമു ബിസ്സിഫാത്തില്ലദീ യജിബു തഅർറുദു ലഹാ ഫിന്നിയ്യത്തി നിയ്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച രൂപത്തിൽ നിയ്യത്തിന്റെ പൂർണ്ണ രൂപം അവന്റെ മനസ്സിൽ വരുന്നത് വരെ. അപ്പൊ നിയ്യത്തിന്റെ പരിപൂർണമായ രൂപം എന്ന് പറഞ്ഞാൽ നാളത്തെ ഫർള് നോമ്പ് എന്നെങ്കിലും മിനിമം കരുതണം. ആ രൂപത്തിൽ ഫർളായ ഭാഗങ്ങൾ, നിയ്യത്തിൽ പാലിക്കപ്പെടേണ്ട ഭാഗങ്ങൾ മുഴുവനും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിന്റെ രൂപം അവൻ മനസ്സിൽ കൊണ്ടുവന്നാൽ മാത്രമേ അത് നിയ്യത്തായി പരിഗണിക്കുകയുള്ളൂ. അല്ലാത്തതൊന്നും, അഥവാ അത്താഴം കഴിച്ചു എന്നതുകൊണ്ടോ ബാങ്ക് കൊടുക്കുന്നതിന്റെ അല്പം മുമ്പ് ബാങ്ക് കൊടുക്കുവോ എന്ന് പേടിച്ചിട്ട് ഭക്ഷണം കഴിക്കൽ നിർത്തിയതുകൊണ്ടോ അത്താഴം കഴിക്കുന്ന സമയത്ത് ഇത് നോമ്പിന് ശക്തി കിട്ടാനാണ് എന്ന് കരുതിയതുകൊണ്ടോ ഒന്നും പോരാ. അവൻ അത്താഴം കഴിച്ചാലും ഇല്ലെങ്കിലും നോമ്പിനു വേണ്ടി നിയ്യത്ത് ചെയ്യുന്നു, അഥവാ നവൈതു സൗമഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹിസ്സന ലില്ലാഹി തആല എന്നുള്ള നിയ്യത്ത് അവന്റെ മനസ്സിൽ അവൻ കൊണ്ടുവരണം. ഇങ്ങനെ ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ പറയൽ സുന്നത്തേയുള്ളൂ, പറഞ്ഞില്ല എന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ആ കാര്യം അത്രയും അവന്റെ മനസ്സിൽ വരേണ്ടതുണ്ട്. അതേപോലെ എല്ലാ ദിവസത്തിനും വേറെ വേറെ നിയ്യത്ത് തന്നെ വേണം.
റമദാനിന്റെ തുടക്കത്തിൽ റമദാൻ മുഴുവനും ഞാൻ നോമ്പ് നോൽക്കുന്നു എന്നങ്ങോട്ട് കരുതിയാ പോരാ. റമദാനിന്റെ ഓരോ ദിവസത്തിലും നിയ്യത്ത് ചെയ്യണം. നിയ്യത്ത് ചെയ്യുന്നത് രാത്രി തന്നെയാകണം. അഥവാ മഗ്രിബിന്റെ ശേഷം സുബ്ഹിന്റെ മുമ്പ് ഉള്ള സമയത്ത് ആകണം. നിയ്യത്ത് ചെയ്തതിന് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ട് അത് നിയ്യത്തിനെ ബാധിക്കില്ല, അഥവാ അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ഞാൻ നോമ്പ് നോൽക്കുന്നില്ല എന്ന് കരുതിയാൽ പിന്നെ അവൻ വേറെ നിയ്യത്ത് ചെയ്യേണ്ടതാണ്. പറയുന്നത് ശ്രദ്ധിക്കണം. നിയ്യത്ത് ചെയ്തതിനു ശേഷം അവൻ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിന് വിരോധമില്ല. എന്നാൽ നിയ്യത്ത് ചെയ്ത ശേഷം ഞാൻ നാളെ നോമ്പ് നോൽക്കുന്നില്ല എന്നൊരാൾ തീരുമാനിക്കുകയാണെങ്കിൽ പിന്നീട് നോമ്പ് നോൽക്കുന്നുണ്ടെങ്കിൽ അവൻ വേറെ നിയ്യത്ത് ചെയ്യേണ്ടതാണ്. ഇതൊക്കെ ഫർള് നോമ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. സുന്നത്ത് നോമ്പാണെങ്കിൽ അവൻ ളുഹറിന്റെ മുമ്പ് നിയ്യത്ത് ചെയ്താൽ മതി. പക്ഷേ അതിന്റെ മുമ്പ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും സംഭവിക്കാതിരുന്നാൽ മതി. അപ്പോ ഫർള് നോമ്പാണെങ്കിൽ എല്ലാ രാത്രിയിലും ഞാൻ നാളത്തെ റമളാൻ നോമ്പ് നോൽക്കുന്നു എന്ന് മിനിമം നിയ്യത്ത് ചെയ്യണം. മിനിമം അത്രയെങ്കിലും ആവശ്യമാണ്. ബിഅയ്യൻവിയ കുല്ല ലൈലത്തിൻ അന്നഹു സായിമുൻ ഗദൻ അൻ റമളാന. നാളത്തെ റമളാൻ നോമ്പ് ഞാൻ നോൽക്കുന്നു എന്ന് അവൻ കരുതണം. പിന്നെ ബാക്കി നമ്മൾ നിയ്യത്തിൽ പറയാറുള്ള അന്നദാഇ ഹാദിഹിസ്സനത്തി ലില്ലാഹി തആല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചേർക്കൽ സുന്നത്തേയുള്ളൂ. നിർബന്ധമായും ഇത്രയും ഉണ്ടായിരിക്കണം. അഥവാ നാളത്തെ റമളാൻ നോമ്പ് ഞാൻ നോൽക്കുന്നു, അല്ലെങ്കിൽ കഫാറത്തിന്റെ നോമ്പാണെങ്കിൽ നാളെ കഫാറത്ത് നോമ്പ് ഞാൻ നോൽക്കുന്നു എന്നിങ്ങനെ പറയണം. കഫാറത്തിന്റെ നോമ്പാണ് നോൽക്കുന്നതെങ്കിൽ അത് ഇന്നതിലുള്ള കഫാറത്താണ് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറയണതൊക്കെ മനസ്സിലാകുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയണത് കേൾക്കേണ്ട സഹോദരന്മാരെ, മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകണില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അവസാനം അല്പസമയം നമുക്ക് പറഞ്ഞ കാര്യങ്ങളിലുള്ള സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വയുഫ്തിറു ആലിമുൻ മുഖ്താറുൻ ബിജിമാഇൻ വസ്തിംനാഇൻ വബി ലംസിൽ ലിമാ യൻഖുദു ലംസുഹു ബിലാ ഹായിലിൻ. ഭാര്യയുമായി ബന്ധപ്പെടൽ അഥവാ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ നോമ്പ് മുറിയുന്ന കാര്യമാണ്, അതുകൊണ്ട് നോമ്പ് മുറിയും എന്ന് അറിയുന്ന രൂപത്തിൽ എന്ന് മനസ്സിലാക്കിയ ഒരാൾ അവന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ നോമ്പ് മുറിയുന്നതാണ്. എന്നതൊന്നും അറിയാതെ ബന്ധപ്പെട്ടാലോ അവന്റെ നോമ്പ് മുറിയില്ല. അറിയാതെ തിന്നതുപോലെയാണ്. അറിയാതെ ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയില്ല. വയുഫ്തിറു ആലിമുൻ മുഖ്താറുൻ ബിജിമാഇൻ. ജിമാ അഥവാ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന സംഗതി അത് നോമ്പിനെ ബാത്തിലാക്കുന്നതാണ് എന്ന് അറിയുന്ന ഒരാൾ ആ പണി ചെയ്താൽ അവന്റെ നോമ്പ് ബാത്തിലാകുന്നതാണ്, നോമ്പ് മുറിയുന്നതാണ്. അതുപോലെ തന്നെ മറ്റേതെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ദ്രിയം സ്ഖലിപ്പിക്കലും ശുക്ലം സ്ഖലിപ്പിക്കലും നോമ്പ് മുറിക്കുന്നതാണ്. വബി ലംസിൽ ലിമാ യൻഖുദു ലംസുഹു ബിലാ ഹായിലിൻ. മറ കൂടാതെ തൊട്ടാൽ ഒളു മുറിയുന്ന ഭാഗത്ത് തൊട്ടപ്പോൾ അവന് തൊടൽ കൊണ്ടും അവന്റെ വുളു മുറിയുന്നതാണ്. അഥവാ തൊട്ടിട്ട് സ്ഖലനമുണ്ടാകൽ കൊണ്ടും അവന്
തൊട്ടാൽ ഉളൂ മുറിയുന്ന ഭാഗത്ത് തൊട്ടത് കാരണമായി സ്ഖലനമുണ്ടായാലും അവന്റെ നോമ്പ് ബാത്തിലാകുന്നതാണ്. അപ്പൊ തൊട്ടാൽ ഉളൂ മുറിയുന്ന ഭാഗം അവന്റെ ലൈംഗികാവയവങ്ങൾ അവിടെ തൊട്ടിട്ട് അവന് സ്ഖലനമുണ്ടായി, തൊട്ടിട്ടേ ഉള്ളൂ, അതിനാൽ അവന് സ്ഖലനമുണ്ടായി, എന്നാൽ അതുകൊണ്ടും നോമ്പ് മുറിയുന്നതാണ്. ലാബി ഖുബുലത്തിൻ, ചുംബനം കൊണ്ട് കേവലം ചുംബിച്ചു എന്നതുകൊണ്ട് നോമ്പ് മുറിയില്ല. വളമ്മിൽ ഇംറാത്തിൻ, ഒരു പെണ്ണിനെ അവന്റെ ഭാര്യയാകട്ടെ മറ്റോ ആകട്ടെ, മറ്റുള്ള പെണ്ണുങ്ങളെ ചുംബിക്കാമെന്നോ അല്ലെങ്കിൽ അവരെ ആലിംഗനം ചെയ്യാമെന്നോ ഒന്നും ഇതിനർത്ഥമില്ല. അങ്ങനെ ഒരാൾ ചെയ്തു, എന്നാൽ അതുകൊണ്ട് നോമ്പ് മുറിയോ എന്നുള്ള ചർച്ച മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു പെണ്ണിനെ ചുംബിച്ചു എന്നതുകൊണ്ട് മാത്രം നോമ്പ് മുറിയില്ല. അതുപോലെ തന്നെ ഒരു പെണ്ണിനെ ആലിംഗനം ചെയ്തു, കൂട്ടിപ്പിടിച്ചു എന്നതുകൊണ്ടും മുറിയില്ല, പക്ഷേ മറയോടുകൂടി ആയിരിക്കണം. വഇൻ തകററതാ ബിശഹവത്തിൻ, അവൻ വികാരത്തോടുകൂടി തന്നെയാണിത് ചെയ്തത്, അത് ആവർത്തിച്ചു ചെയ്തു, എന്നാലും കുഴപ്പമില്ല മറയോടുകൂടിയാണെങ്കിൽ. ഔ കാനൽ ഹായിലു റഖീഖൻ, അല്ലെങ്കിൽ ഈ മറ വളരെ നേരിയതായിരുന്നു, വളരെ കട്ടി കുറഞ്ഞ മറയാണ്, വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്, എന്നാലും അതുകൊണ്ട് കുഴപ്പമില്ല. എന്താ കാരണം? ലിന്ദിഫാഇൽ മുബാശറത്തി, അവിടെ മുബാശറത്ത്, തൊലികൾ തമ്മിൽ സ്പർശിക്കുക എന്ന സംഭവം നടന്നിട്ടില്ല, അതിനാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതല്ല. അപ്പോ ജിമാ കൊണ്ട് നോമ്പ് മുറിയുന്നതാണ്. ഇസ്തിംനാ കൊണ്ട്, മറ്റേതെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, കൈകൊണ്ടോ മറ്റു അവയവങ്ങൾ കൊണ്ടോ ഒക്കെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപകരണങ്ങളുടെ സഹായം കൊണ്ടോ ഒക്കെ ഇന്ദ്രിയം സ്ഖലിപ്പിച്ചാൽ അതുകൊണ്ടും നോമ്പ് മുറിയുന്നതാണ്. മറയോടുകൂടി ഒരു പെണ്ണിനെ ചുംബിച്ചപ്പോഴോ അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചപ്പോഴോ അവന് സ്ഖലനമുണ്ടായി, എന്നാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതല്ല. എന്നാൽ മറ കൂടാതെയാണ് ചുംബിക്കുകയോ കെട്ടിപ്പിടിക്കുകയോ ചെയ്തത് എങ്കിൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതാണ്, അതിനാൽ സ്ഖലനമുണ്ടായാൽ. അതുപോലെ തന്നെ ഛർദിക്കൽ, സ്വയം ഒരാൾക്ക് ഛർദിൽ വന്നു എന്നതുകൊണ്ട്, ഒരാൾ ഛർദിച്ചു എന്നതുകൊണ്ട് നോമ്പ് മുറിയില്ല. എന്നാൽ അയാളുടെ പ്രവർത്തനം കാരണമായി ഛർദിൽ വന്നാൽ, അഥവാ വായിൽ കൈയിട്ടുകൊണ്ടോ പല്ല് തേക്കുന്ന സമയത്ത് ബ്രഷോ മറ്റോ മുട്ടിയതുകൊണ്ടോ ഒക്കെ ഛർദിൽ വന്നാൽ അവന്റെ നോമ്പ് അതുകൊണ്ട് മുറിയുന്നതാണ്. വഇല്ലം യഉദ് മിൻഹു ശൈഉൻ ലിജൗഫിഹി, അവൻ ഛർദിച്ചപ്പോൾ ആ ഛർദി പുറത്തേക്ക് വന്ന അവശിഷ്ടങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഉള്ളിലേക്ക് മടങ്ങിയിട്ടില്ലെങ്കിലും, അവൻ ഛർദിച്ച എന്തെങ്കിലും അവശിഷ്ടം ഉള്ളിലേക്ക് മടങ്ങിയിട്ടില്ലെങ്കിലും നോമ്പ് മുറിയും. കാരണം നോമ്പ് മുറിയുക എന്നുള്ളത് എന്തെങ്കിലും ഉള്ളിലേക്ക് പോകുക എന്നുള്ള കാരണമല്ല ഇവിടെയുള്ളത്, മറിച്ച് ഛർദിക്കുക എന്നുള്ളതാണ്. ഉണ്ടാക്കി ഛർദിക്കുക, അവന്റെ പ്രവർത്തന കാരണമായി ഛർദിൽ അവന്റെ ഉള്ളിലുള്ള അവശിഷ്ടങ്ങൾ പുറത്തേക്ക് വരിക, ഇതാണ് നോമ്പ് മുറിയാനുള്ള കാരണം. അതിനാൽ ഉള്ളിലേക്ക് അവൻ ഛർദിച്ചതിന്റെ അവശിഷ്ടങ്ങളൊന്നും തിരിച്ചുപോയിട്ടില്ല എങ്കിൽ പോലും അവന്റെ നോമ്പ് മുറിയുന്നതാണ്. എന്നാൽ ഒരാൾക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത രൂപത്തിൽ ഛർദിലിങ്ങോട്ട് വന്നു, എന്നാൽ അതിനൊട്ട് കുഴപ്പമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ദറാഹുൽ ഖൈഉ ഫലൈസ അലൈഹി ഖളാഉൻ വമൻ ഇസ്തഖാഅ ഫല്യഖ്ളി. ആർക്കെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റാത്ത രൂപത്തിൽ അഥവാ സ്വാഭാവികമായ ഛർദിലുണ്ടായാൽ അവന്റെ മേൽ ഖളാ നിർബന്ധമില്ല, എന്നാൽ അഥവാ അവന്റെ നോമ്പ് മുറിയില്ല. എന്നാൽ വമൻ ഇസ്തഖാഅ, ആരെങ്കിലും അവന്റെ പ്രവർത്തന ഫലമായി ഛർദിപ്പിച്ചാൽ ഫല്യഖ്ളി, അവൻ ഖളാ വീട്ടട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട്
തന്റെ പ്രവർത്തന ഫലമായി ഛർദിൽ പുറത്തേക്ക് വന്നാൽ അത് ഉണ്ടാക്കി ഛർദിക്കുക എന്നതിന്റെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് നോമ്പ് മുറിയുന്നതും സാധാരണഗതിയിൽ ഒരാൾ ഛർദിച്ചാൽ അവന്റെ പ്രവർത്തന ഫലമൊന്നുമല്ലാതെ അവന്റെ ശരീരം സ്വാഭാവികമായി ഉള്ളിലുള്ള അവശിഷ്ടങ്ങൾ പുറന്തള്ളുന്ന രൂപത്തിൽ അത് ശരീരത്തിന്റേതായ പ്രക്രിയ നടക്കുകയാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല. ഇവന്റെ കൈയോ മറ്റു ഏതെങ്കിലും പുറത്തുനിന്നുള്ള അവയവങ്ങളോ മറ്റു ഭാഗങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് അവൻ ഛർദിലിന് കാരണക്കാരനായാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതാണ്. ഇനി ഒരാൾ കഫം വിഴുങ്ങുകയാണ്, അല്ലെങ്കിൽ കഫം പറിച്ചെടുക്കുകയാണ്, അതുകൊണ്ട് കുഴപ്പമുണ്ടോ? ലാബി ഖൽഇ നുഖാമത്തിൻ മിനൽ ബാത്നി അബിദ്ദിമാഗി ഇൻ ലഫളഹാ ലിതകർറുരിൽ ഹാജത്തി ഇലൈഹി. ഒരാൾ തലച്ചോറിൽ നിന്നോ അല്ലെങ്കിൽ അവന്റെ ഉള്ളിൽ നിന്നോ കഫം പുറത്തേക്കിങ്ങോട്ട് കാറി പറിച്ചെടുത്തു. അങ്ങനെ പറിച്ചെടുത്ത് പുറത്തേക്ക് തുപ്പിക്കളഞ്ഞാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതല്ല. എന്നാൽ അവന്റെ വായിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് അതിനെ വിഴുങ്ങിയാൽ ഇറക്കിയാൽ അവന്റെ നോമ്പ് ബാത്തിലാകുന്നതാണ്. അപ്പൊ ലാബി ഖൽഇ നുഖാമത്തിൻ മിനൽ ബാത്നി, ഉള്ളിൽ നിന്ന് കഫങ്ങോട് പറിച്ചെടുത്തു, കാറി കുരച്ചിട്ട് ഉള്ളിൽ നിന്നിങ്ങോട്ട് ഒന്നുകിൽ അവന്റെ മുകളിൽ നിന്ന് തലച്ചോറിൽ നിന്നോ അല്ലെങ്കിൽ ചങ്കിന്റെ താഴെ നിന്നോ ഒക്കെ വായിലേക്ക് വന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇനി ആ വന്നത് താഴോട്ട് തന്നെ ഇറക്കിയാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതാണ്. കാരണം ഈ കഫം പറിച്ചെടുക്കുക എന്നുള്ളത് മനുഷ്യന് ഒരു സാധാരണഗതിയിൽ ചിലപ്പോ അത്യന്താപേക്ഷിതമായി വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് നിയന്ത്രിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ പറിച്ചെടുക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയില്ല. പക്ഷേ പറിച്ചെടുത്താൽ പിന്നെ അത് തുപ്പിക്കളയണം, അല്ലാതെ ഉള്ളിലേക്ക് ഇറക്കിയാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതാണ്. അവിടെ പറഞ്ഞതായിട്ട് കാണാം, വലൗ ദഖലത്ത് സുബാബത്തുൻ ജൗഫഹു, ഒരാൾ ഇങ്ങനെ വായ പൊളിച്ചിരിക്കുന്നു, അപ്പൊ ഒരു ഉള്ളിലേക്ക് ഒരു ഈച്ചയാണ്ട് പാറിപ്പോയി. എന്നാൽ ഫയുഫ്തിറു ബി ഇഖ്റാജിഹ, അതിനെങ്ങോട്ട് പുറത്തെടുക്കാൻ ശ്രമിച്ചാൽ ആ പുറത്തെടുക്കൽ കൊണ്ട് നോമ്പ് മുറിയുന്നതാണ്. ആ ഉള്ളിലേക്ക് പോയതുകൊണ്ട് നോമ്പ് മുറിയില്ല. കാരണം അത് അവന്റെ പ്രവർത്തനം കൊണ്ടുണ്ടായതല്ല, അവൻ അറിയാതെ കണ്ടു പോയതാ. അതുകൊണ്ട് പിന്നെ മുതല തൊള്ളൊളിച്ച് കിടക്കണമാതിരി ഇങ്ങനെ നമ്മൾ കിടക്കൂലല്ലോ. ഇത് സംസാരിക്കുമ്പോഴോ മറ്റോ അല്ലെങ്കിൽ കോട്ടുവായി ഇട്ടപ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വായ തുറന്നപ്പോഴോ ഒക്കെ ഈച്ചാണ്ട് പോയതാണ്. അത് അവന്റെ പ്രവർത്തനം കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് നോമ്പ് മുറിയില്ല. എന്നാൽ അതിനങ്ങോട്ട് പുറത്തെടുത്താൽ ആ പുറത്തെടുക്കൽ കൊണ്ട് നോമ്പ് മുറിയുന്നതാണ്. കാരണം അത് ഇസ്തിഖാഅത്തിന്റെ പരിധിയിലാണ് വരിക. അത് ഉണ്ടാക്കി ഛർദിക്കുക എന്നതിന്റെ പരിധിയിലാണ്. ഉണ്ടാക്കി ഛർദിക്കുക ഉള്ളിലുള്ളത് തന്റെ കൈവിരലിന്റെയോ മറ്റോ സഹായം കൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരാനാണല്ലോ. ഇവിടെ ഈച്ചനെ കൊണ്ടുവരലും അതിന്റെ പരിധിയിൽപ്പെട്ട് തന്നെയാണ്. അതുകൊണ്ട് അത് നോമ്പ് മുറിക്കുന്നതാണ്. അതുപോലെ തന്നെ നോമ്പ് മുറിയുന്ന മറ്റൊരു കാര്യമാണ് വബുദുഖൂലി ഐനിൻ ജൗഫൻ കബാത്നി ഇദ്നിൻ വയഹ്ലീലിൻ അവിൽ ഹൽമ. അവന്റെ ഉള്ള് എന്ന് പറയുന്ന ഭാഗത്തേക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് ഒരു വസ്തു പ്രവേശിക്കൽ. വബിദുഖൂലി ഐനിൻ, തടിയുള്ള ഒരു വസ്തു പ്രവേശിക്കൽ കൊണ്ടും ജൗഫൻ അവന്റെ ഉൾഭാഗത്തേക്ക്. ഉൾഭാഗം എന്ന് പറഞ്ഞാൽ കബാത്നി ഉദ്നിൻ, ചെവിയുടെ ഉള്ള്. അതുപോലെ തന്നെ അവന്റെ ലിംഗത്തിന്റെ ഉൾഭാഗം, അല്ലെങ്കിൽ സ്ത്രീകളുടെ മുലക്കണ്ണിന്റെ ഉൾഭാഗം, അതൊക്കെ ഉള്ളിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ഏതെങ്കിലും സാധനം പുറത്തുനിന്ന് പ്രവേശിച്ചാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതാണ്. അതുപോലെ തന്നെ ഉസൂലി ഇസ്ബഇൽ മുസ്തൻജിയത്തി, ഒരു സ്ത്രീ വിസർജനം ചെയ്ത് മൂത്രവിസർജനം ചെയ്ത് ശുദ്ധീകരിക്കുന്ന സമയത്ത് അവളുടെ യോനിക്കുള്ളിലേക്ക് അവളുടെ കൈവിരൽ പ്രവേശിച്ചാൽ അതുകൊണ്ടും നോമ്പ് മുറിയുന്നതാണ്. അത് പ്രവേശിക്കുന്നതിന്റെ പരിധി ഇലാ വറാഇ മാ യൽഹറു മിൻ ഫർജിഹ ഇൻദ ജുലൂസിഹ അലാ ഖദമൈഹ. അവൾ രണ്ട്
മടമ്പുകാലിന്റെ മേലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവളുടെ യോനിയിൽ നിന്ന് പുറത്തു വരുന്ന ഭാഗം അതിന്റെ ഉൾഭാഗത്തേക്ക്, അതിന്റെയും അപ്പുറത്തേക്ക് അവളുടെ കൈവിരൽ പ്രവേശിച്ചാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതാണ്. സഹോദരിമാരെ ക്ഷമിക്കണം, മസ്അല പറയുമ്പോൾ അതിന്റെ ലേശം ഭാഗങ്ങളൊക്കെ നിർബന്ധമായിട്ട് പറയേണ്ടി വരും. കൈവിരൽ ചെവിയിലേക്ക് ഇടൽ കൊണ്ട് നോമ്പ് മുറിയോ എന്ന് ചോദിച്ചാൽ, കൈവിരൽ ചെവിയുടെ ഈ പുറത്ത് കാണുന്നതിന്റെ പരിധിയുടെ ഉള്ളിലേക്ക് പോയാൽ നോമ്പ് മുറിയും. ചെവിയുടെ പുറത്ത് കാണുന്ന ഭാഗത്തിന്റെ ഉള്ളിലേക്ക് പോയാൽ അതുകൊണ്ട് നോമ്പ് മുറിയും. അപ്പോ വകദാ ഉസൂലു ബാലിൽ അൻമിലത്തിയിലൽ മസ്റബത്തി, മലവിസർജനം ചെയ്ത് ശുദ്ധിയാക്കുന്ന സമയത്ത് അവന്റെ മലദ്വാരത്തിലേക്ക് വിരല് കയറിപ്പോയാലും അതുകൊണ്ട് നോമ്പ് മുറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാര് പറഞ്ഞതായി കാണാം, അൽ ഇഹ്തിയാതു അൻ യതഗവ്വത ബില്ലൈലി, മലവിസർജനമൊക്കെ രാത്രിയിലാണ് നടത്തൽ സൂക്ഷ്മമായി ചെയ്യേണ്ടത് അങ്ങനെയാണ് എന്ന് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ പറഞ്ഞാൽ രാവിലെ ഒരാൾക്ക് വിസർജിക്കാൻ മുട്ടിയാൽ അയാൾ വൈകുന്നേരം വരെ പിടിച്ചിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് മൂക്കിൽ മരുന്നൊഴിച്ചാൽ നോമ്പ് മുറിയും. മൂക്ക് എന്ന് പറഞ്ഞാൽ തുറന്ന ദ്വാരാണ്. ഇങ്ങനെ ഇടയ്ക്ക് ചോദ്യം ചോദിച്ചാൽ ക്ലാസ് നീങ്ങാതിരിക്കും. അതുകൊണ്ട് ചോദ്യത്തിന് ഇൻഷാ അല്ലാഹ് അവസാനം കുറച്ചു നേരം സമയം കിട്ടിയാൽ നമുക്ക് നോക്കാം. അപ്പോ അൽ ഇഹ്തിയാതു അൻ യതഗവ്വത ബില്ലൈലി, രാത്രിയിലാണ് മലവിസർജനം നടത്തേണ്ടത്, അതാണ് സൂക്ഷ്മമായ രീതി എന്ന് മഹാന്മാരൊക്കെ പറഞ്ഞതായിട്ട് കാണാം. അതിന്റെ കാരണം ഇതാണ്, പകൽ സമയത്ത് വിസർജനം ചെയ്ത് ശുദ്ധിയാക്കുന്ന സമയത്ത് വെള്ളമോ അല്ലെങ്കിൽ അവന്റെ കൈവിരലോ ഒക്കെ നിശ്ചിത പരിധിക്ക് ഉള്ളിലേക്ക് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രാത്രി സമയത്താണ് വിസർജനമൊക്കെ നടത്തേണ്ടത്, മലവിസർജനം നടത്തേണ്ടത് എന്ന് പറഞ്ഞതായിട്ട് കാണാം. അത് ഒരു നിർബന്ധമായ കൽപ്പനയല്ല, മറിച്ച് ഒരാൾക്ക് സാധാരണ പതിവായിട്ട് അവൻ കക്കൂസിൽ പോകുന്നത് വൈകുന്നേരത്തേക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണ് നല്ലത് എന്നേ അതിനർത്ഥമുള്ളൂ. രാവിലെ ഒരാൾക്കിങ്ങനെ കക്കൂസ് പോകാൻ മുട്ടിയാലോ അങ്ങനെ പിടിച്ചുവെച്ച് വൈകുന്നേരം വരെ നിൽക്കണം എന്നല്ല, അങ്ങനെ പിടിച്ചു വെക്കാൻ പാടില്ല. അങ്ങനെ പിടിച്ചു വെക്കൽ കറാഹത്താണ് എന്നൊക്കെ മറ്റു പലയിടത്തും കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്, സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ. ഇനി അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ഈ അർശസിന്റെ അസുഖമുള്ള, മൂലക്കുരുവിന്റെ അസുഖമുള്ള സഹോദരീ സഹോദരന്മാർ, വലൗ ഖറജത്ത് മഖഅദത്തു മബ്സൂരിൻ ലം യുഫ്തിർ ബിഔദതിഹാ, ഒരാളുടെ മൂലക്കുരുവിന്റെ ഭാഗം ഇങ്ങോട്ട് വിസർജിച്ചപ്പോ അങ്ങോട്ട് പുറത്തേക്ക് വന്നു, എന്നാൽ അത് ഉള്ളിലേക്ക് മടങ്ങിപ്പോവുകയോ ഇവന്റെ കൈകൊണ്ടോ മറ്റോ അതിനെ ഉള്ളിലേക്ക് തള്ളിവിടുകയോ ചെയ്താലും നോമ്പ് മുറിയില്ല. അങ്ങനെ തള്ളിവിടുന്ന സമയത്ത് അവന്റെ വിരലിന്റെ സഹായം ആവശ്യമായി എങ്കിൽ ആ വിരലും കൂടെ അതിന്റെ കൂടെ ഉള്ളിലേക്ക് പോയാലും നോമ്പ് മുറിയില്ല. ശ്രദ്ധിക്കണം, സാധാരണ മൂലക്കുരു ഉള്ള ആളുകൾക്ക് അത് പുറത്തു വരും. അങ്ങനെ പുറത്തു വന്നാൽ അത് സ്വമേധയാ ചിലപ്പോൾ ഉള്ളിലേക്ക് തിരിച്ചു പോകും, എന്നാലും നോമ്പ് മുറിയില്ല. ഇനി അത് ഉള്ളിലേക്ക് തിരിച്ചു പോകാൻ ഇവന്റെ കൈയിന്റെ സഹായം ആവശ്യമുണ്ടായി, അങ്ങനെ തള്ളിവിട്ടു, എന്നാലും മുറിയില്ല. അങ്ങനെ തള്ളിവിട്ടപ്പോ അതിനെ ശരിക്കും ഉള്ളിലേക്ക് കടത്തിവിടുന്നതിന് വേണ്ടി ഇവന്റെ വിരലും കൂടെ അതിന്റെ കൂടെ സഹായിക്കേണ്ടി വന്നു, എന്നാലും നോമ്പ് മുറിയില്ല. എന്നാൽ ആവശ്യമില്ലാതെ വിരലിനെ പ്രവേശിപ്പിച്ചാൽ നോമ്പ് മുറിയുന്നതാണ്. ഇനി ഒരാള് ജനാബത്തുണ്ടായിട്ട് കുളിക്കുകയാണ്, അല്ലെങ്കിൽ ഹൈലോ നിഫാസോ ഉള്ള ഒരു പെണ്ണിന്റെ രക്തം രാത്രി സമയത്ത് മുറിഞ്ഞു, പക്ഷെ അവൾ കുളിക്കുന്നത് പകലാണ്. അങ്ങനെ കുളിക്കുന്ന സമയത്ത് ചെവിയിലേക്ക് ലേശം വെള്ളാണ്ട് കടന്നു, മുങ്ങിക്കുളിക്കുമ്പോഴല്ല, സാധാരണ വെള്ളം ഒഴിച്ചു കുളിക്കുന്ന സമയത്ത് ചെവിയിലേക്ക് ലേശം വെള്ളം കടന്നാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതല്ല. ശ്രദ്ധിക്കണം, ഫറലായ കുളി കുളിക്കുന്ന സമയത്ത് ഒന്നുകിൽ ജനാബത്ത് കുളിയോ അല്ലെങ്കിൽ ഹൈലോ നിഫാസോ ഉള്ള സഹോദരിമാർ രാത്രിയിൽ അവരുടെ രക്തം മുറിഞ്ഞു, അവർ കുളിച്ചിട്ടില്ലെങ്കിലും അവർക്ക് പിറ്റേ ദിവസം നോമ്പ് നിർബന്ധമാണ്, അങ്ങനെ അവർ നോമ്പ് നോറ്റു. കുളി പകലാണ് നടത്തുന്നത്. അങ്ങനെ പകല് കുളിച്ചപ്പോൾ ചെവിയിലേക്ക് ലേശം വെള്ളം
കടന്നു, എന്നാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതല്ല. തുഫയിൽ കാണാം, വലാ യുഫ്തിറു ബിസബ്ഖി മാഇൻ ജൗഫ മുഗ്തസിലിൻ അൻ നഹ്വി ജനാബത്തിൻ കഹൈളിൻ വനിഫാസിൻ ഇദാ കാനൽ ഇഗ്തിസാലു ബിലാ ഇൻഗിമാസിൻ ഫലൗ ഇഗ്തസല ഫിൽ ജനാബത്തി ഫസബഖൽ മാഉ മിൻ ഇഹ്ദാഹുമാ ലിജൗഫിഹി ലം യുഫ്തിർ വഇൻ അംകനഹു ഇമാലത്തു റഅസിഹി അവിൽ ഗുസ്ലു ഖബ്ലൽ ഫജ്രി. തല ചെരിച്ചു പിടിച്ചാല് വെള്ളം കടക്കൂലായിരുന്നു. പക്ഷെ ഇപ്പം ചെരിച്ചു പിടിച്ചതൊന്നുമില്ല, അല്ലെങ്കിൽ അവള് ചെരിച്ചു പിടിച്ചതൊന്നുമില്ല. അങ്ങനെ നേരെ ഒന്ന് കുളിച്ചപ്പോഴും ആണ്ട് വെള്ളം കടന്നു. ചെരിച്ച് ശ്രദ്ധിച്ച് കുളിച്ചിരുന്നെങ്കിൽ, അഥവാ ഒരു ഭാഗത്ത് വെള്ളം ഒഴിക്കുമ്പോ ചെവി ഇപ്പുറത്തേക്ക് ചെരിച്ചു പിടിച്ചിരുന്നെങ്കിൽ വെള്ളം കടക്കൂലായിരുന്നു. അങ്ങനെയൊന്നും ചെയ്തില്ല, എന്നിട്ടാണ് വെള്ളം കടന്നത്. എന്നാലും മുറിയില്ല. കാരണം ഫർളായ കുളി എന്നുള്ളത് ഒരു നിർബന്ധമായ ഘടകമാണല്ലോ. അതുകൊണ്ടാണ് അതിനൊരു അഫ്വ് ഉണ്ടായത്. ഇന്ന് എല്ലാവരും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാതെ കുളിച്ചിട്ട് ചെവിന്റെ ഉള്ളിക്കൊക്കെ വെള്ളം കയറ്റണം എന്നൊന്നല്ല ഈ പറഞ്ഞത്. അറിയാതെ വെള്ളം പോയാൽ, അതേസമയം ഒരാൾ മുങ്ങിയാണ് കുളിക്കുന്നത്. മുങ്ങിക്കുളിക്കൽ, നോമ്പുകാരന് മുങ്ങിക്കുളിക്കൽ കറാഹത്ത. അങ്ങനെ മുങ്ങിക്കുളിച്ചപ്പോഴാണ് വെള്ളം ഉള്ളിലേക്ക് കയറിയതെങ്കിലോ അവന്റെ നോമ്പ് മുറിയും ചെയ്യും. കാരണം അവൻ കറാഹത്തായ ഒരു കാര്യം, ചെയ്യൽ ശരിയല്ലാത്തൊരു കാര്യം ചെയ്തിട്ടാണ് അവിടെ അത് സംഭവിച്ചത്. അതിനാൽ അവിടെ നോമ്പ് മുറിയും. എന്നാൽ കറാഹത്തില്ലാത്ത രൂപത്തിൽ അവൻ ശരിക്ക് നിന്നുകൊണ്ട് വെള്ളം കോരി ഒഴിച്ചു കുളിക്കുകയായിരുന്നു. അപ്പോഴാണ് അവന്റെ ചെവിയിലേക്ക് കുറച്ച് വെള്ളം കയറിയത്. എന്നാൽ അതുകൊണ്ട് നോമ്പ് മുറിയില്ല. പക്ഷെ ഇവിടെയൊക്കെ ഇതൊക്കെ ഫിഖ്ഹ് പറയുന്നത് അതിന്റെ കൃത്യമായ മുടിനാര് ഇഴ കീറിയ ചർച്ചയാണ്. അതൊക്കെ പാടെ നമ്മൾ ഈസി ആയിട്ട് തള്ളണം എന്നല്ല അതിന്റെ അർത്ഥം. ഇതൊക്കെ ശ്രദ്ധിച്ച് രാത്രി കുളിക്കാൻ പറ്റുമെങ്കിൽ രാത്രി തന്നെ കുളിക്കാണ് വേണ്ടത്. ജനാബത്തുണ്ടായാൽ രാത്രി തന്നെ കുളിക്കൽ സുന്നത്താണ്. അതൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹൈലും നിഫാസും ഒക്കെ ഉള്ള സഹോദരിമാർക്ക് അത് രാത്രി രക്തം മുറിഞ്ഞാൽ രാത്രി തന്നെ കുളിക്കലാണ് സുന്നത്ത്. പകലിലേക്ക് നീട്ടുന്നതുകൊണ്ട് വിരോധമില്ല. ഈ രാത്രി തന്നെ കുളിക്കലാണ് സുന്നത്ത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കൽ കൂടി അതിന്റെ ലക്ഷ്യമാണ്. അതോടൊപ്പം പരിപൂർണമായ ശുദ്ധിയോടുകൂടെ നോമ്പിൽ പ്രവേശിക്കുക എന്നതുണ്ട്. എന്നാൽ ഒരാൾ രാത്രി ജനാബത്തുണ്ടായിട്ട് അയാൾ രാത്രി കുളിച്ചില്ല, എന്നാൽ അതുകൊണ്ട് അയാളുടെ നോമ്പിന് തകരാറൊന്നുമില്ല. അയാൾക്ക് നോമ്പ് നോൽക്കാം എന്നല്ല, അയാൾ നോമ്പ് നോൽക്കണം. അതുപോലെ തന്നെ രാത്രിയിൽ ഹൈലോ നിഫാസോ ഉണ്ടായിരുന്ന സഹോദരിയുടെ രക്തം മുറിഞ്ഞു, എന്നാൽ അവളും പിറ്റേന്ന് നോമ്പ് നോൽക്കണം. ഈ രാത്രി തന്നെ കുളിക്കലാണ് അവർക്ക് സുന്നത്ത്. സംഗതിവശാൽ അവർ കുളിച്ചില്ല, പകലാണ് കുളിക്കുന്നത്, എന്നാൽ അതിന് വിരോധമില്ല, അവരുടെ നോമ്പ് ശരിയാകും. പക്ഷെ അങ്ങനെ പകല് കുളിച്ചപ്പോ ഇങ്ങനെ ഒരല്പം വെള്ളം ഉള്ളിലേക്ക് കടന്നാലും അതുകൊണ്ട് നോമ്പ് മുറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും ശ്രദ്ധിക്കേണ്ടത് രാത്രിയിൽ കുളിക്കുക, അല്ലെങ്കിൽ പകൽ തന്നെ കുളിക്കുമ്പോ ശ്രദ്ധയോടുകൂടെ കുളിക്കുക എന്നുള്ളത് തന്നെയാണ് എന്നും കൂടെ അതിന്റെ കൂടെ ചേർത്ത് വായിക്കുക. അതുപോലെ തന്നെ ഇതാ സബഖൽ മാഉ ഇല ദാഖിലിൽ മുബാരകത്തി ഫി ഗസ്ലിൽ ഫമിൽ മുതനജ്ജിസി, ഒരാളുടെ വായയിൽ രക്തം ഊന്ന് പൊട്ടി രക്തം വരെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നജസാവുകയൊക്കെ ചെയ്തിരുന്നു. നോമ്പുകാരനായിരിക്കെ അവന്റെ വായയിൽ നജസായി, ഒന്നുകിൽ ഊന്ന് പൊട്ടി രക്തം വന്നു, അതുപോലെ വേറെ എന്തെങ്കിലും നയസ് അവന്റെ വായയിലായാൽ, അതുകൊണ്ട് ഉള്ളിൽ തന്നെയുള്ള നയസോ പുറത്തുനിന്നായ നയസോ ഒക്കെ ആവാം. ഏത് രൂപത്തിലായാലും. ചിലപ്പോൾ നമ്മൾ ഈ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ എടുത്ത്, വളരെ ചെറിയ കുട്ടികളൊക്കെ എടുത്ത് ഇങ്ങനെ മേപ്പൊട്ടൊക്കെ ഇട്ട് കളിക്കുമ്പോൾ ചിലപ്പോൾ വായിൽക്കൊക്കെയാണ് മൂത്രമൊഴിക്കും. അങ്ങനെയൊക്കെ പിന്നെ ഉണ്ടാവലുണ്ട്. സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അങ്ങനെയൊക്കെ സംഭവിച്ചു. അത് എന്തായി? അവന്റെ വായ നജസായി. ആ നജസായ വായ കഴുകുന്ന സമയത്ത് കുറച്ച് വെള്ളാണ്ട് ഇറങ്ങിപ്പോയി, എന്നാലും നോമ്പ് മുറിയില്ല. കാരണം അവന്റെ വായ കഴുകുക എന്നുള്ളതൊരു നിർബന്ധമായ കാര്യമാണ്. എന്നാൽ സുന്നത്തായ കുളിയിലാണ് ഒരാളുടെ ചെവിയിലേക്ക് വെള്ളം കടന്നതെങ്കിലോ, സാധാരണ ജുമാക്ക് വേണ്ടി കുളിക്കുന്നു, അപ്പോഴാണ് ചെവിക്ക് വെള്ളം കയറിയത്, എന്നാൽ നോമ്പ് മുറിയുന്നതാണ്. കാരണം നേരത്തെ പറഞ്ഞത് ഫർളായ കുളിയാണ്. ഫർളായ കുളിക്ക് മാത്രമേ ഈ അഫ്വ് അല്ലെങ്കിൽ ഈ വിട്ടുവീഴ്ച ഉള്ളൂ. അതുപോലെ തന്നെ ഒളൂടുക്കുന്ന സമയത്ത്, സാധാരണ ഒളൂടുക്കുന്ന സമയത്ത് അയാൾ വായിൽ വെള്ളം കൊപ്പിളിക്കാണ്, അല്ലെങ്കിൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാണ്, അപ്പോഴാണ് അയാളുടെ ഉള്ളിലേക്ക് വെള്ളം കയറിയത്, എന്നാലും നോമ്പ് മുറിയും. കാരണം അത് നോമ്പുകാരൻ
വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിലുമൊക്കെ മുബാലഗത്ത് പാടില്ല, കറാഹത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വകവെക്കാതെയാണ് അവൻ ചെയ്തത്. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയാൽ നോമ്പ് മുറിയുന്നതാണ്. എന്നാൽ നജസായ വായ കഴുകുമ്പോഴാണ് അല്പം വെള്ളം ഉള്ളിലേക്ക് പോയതെങ്കിൽ അതുകൊണ്ട് മുറിയുന്നതല്ല. അതുപോലെ ഫറലായ കുളി കുളിക്കുമ്പോഴാണ് ലേശം വെള്ളം ചെവിയിലേക്ക് ഉള്ളിലേക്ക് പോയതെങ്കിലും അതുകൊണ്ടും നോമ്പ് മുറിയില്ല. ഇനി അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, സാധാരണ ഈ ഉൽപ്പതിഷ്ണുക്കളായ ആളുകളൊക്കെ പറയലുണ്ട്, വാങ്ക് വിളിക്കുമ്പോ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ സുബഹി വാങ്ക് കൊടുത്താൽ അവന്റെ വായിലുള്ള ഭക്ഷണമൊക്കെ കഴിക്കാ. വേറെ ചിലർ പറയും വായിലുള്ളതും പിന്നെ പാത്രത്തിലുള്ളതും ഒക്കെ കഴിക്കാ. വേറെ ചിലർ പറയും അവന്റെ വിശപ്പ് മാറുവോളം കഴിക്കാം. അങ്ങനെയൊക്കെ പറയലുണ്ട്. സത്യത്തിൽ അതൊന്നുമല്ല ശരി. അതിന്റെ കൃത്യമായ കണക്കുകൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നാണ് സത്യത്തിൽ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്. ഹദീസുകളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോയാൽ ഉണ്ടാകുന്ന അബദ്ധങ്ങളാണിതൊക്കെ. മുറി മൗലവിമാർക്ക് ഹദീസുകളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലാണ് താൽപര്യം. അതുകൊണ്ട് തന്നെ നാസിഖും മൻസൂഖും പോലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഈ ഹദീസ് അതിന്റെ ഹുക്മ് നിലവിലുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ഇതിനേക്കാൾ മുന്തിക്കേണ്ടതായിട്ടുണ്ടോ എന്നൊന്നുമുള്ള കാര്യങ്ങളിൽ ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ കേവലം അറബി ഭാഷയിൽ അർത്ഥം അറിയാം എന്നതുകൊണ്ട് മാത്രം ഹദീസിന്റെ അർത്ഥം പറഞ്ഞിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ സംഭവിക്കുന്ന ചില അബദ്ധങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ഏതൊരു കാര്യത്തിന്റെയും വിധികൾ നമ്മൾ പഠിക്കേണ്ടത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. കാരണം അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് മഹാന്മാരായ മുജ്തഹിദീങ്ങളായ ഇമാമുകളാണ്. ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കുകയും ആ ഹദീസിനോടൊപ്പം പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കൃത്യമായി വിധികൾ മനസ്സിലാക്കാനുള്ള കഴിവും പ്രാവീണ്യവും ഉണ്ടായിരുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുള്ളത്. അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോഴേ അബദ്ധങ്ങൾ പണയാതിരിക്കുള്ളൂ. അതുകൊണ്ട് ചില ആളുകൾ പറയുന്നത് പോലെ സുബഹി വാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരാൾ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ വായിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ അത് തിന്നാം. കുറച്ചും കൂടെ കടന്നു പറഞ്ഞ ആൾക്കാർ അവന്റെ മുമ്പിലുള്ള പാത്രത്തിൽ നിന്നൊക്കെ തിന്നാം. വേറെ ചിലർ വിശപ്പ് മാറുന്നത് വരെ തിന്നാം എന്നൊക്കെ പറഞ്ഞു. അതൊന്നും അല്ല ശരി എന്ന് പറഞ്ഞാൽ, വലൗ തലാൽ ഫജ്റു വഫീ ഫമിഹി തആമുൻ ഫലഫളഹു ഖബ്ല അൻ യൻസില ശൈഉൻ മിൻഹു ഇലാ ജൗഫിഹി സ്വഹ സൗമുഹു. അതാണ് ശരി. ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഫജ്റിന്റെ ബാങ്ക് കൊടുത്തു, അല്ലെങ്കിൽ ഫജ്ർ വെളിവായി, എന്നാൽ അവന്റെ വായിലുള്ള ഭക്ഷണം അവൻ തുപ്പിക്കളഞ്ഞാൽ, അതിൽ നിന്നൊന്നും ഉള്ളിലേക്ക് ഇറങ്ങുന്നതിന്റെ മുമ്പ് സമയം ആയി, അല്ലെങ്കിൽ വാങ്ക് കൊടുത്തു, വാങ്ക് കൊടുക്കുമ്പോൾ ഇനി ഒന്നും ഉള്ളിലേക്ക് ഇറങ്ങാത്ത രൂപത്തിൽ അവനത് തുപ്പിക്കളഞ്ഞാൽ അവന്റെ നോമ്പിന് കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം അവന്റെ നോമ്പ് നഷ്ടപ്പെടുന്നതാണ്. അവൻ ഖളാ വീട്ടുകയും മാത്രമല്ല, അന്ന് അവൻ നോമ്പുകാരനെ പോലെ നിൽക്കുകയും വേണം. وكذا لو كان مجامعا عند ابتداء طلوع الفجر فنزع في الحال أي عقب طلوعه فلا يفطر وإن أنزل. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന കാര്യം പറഞ്ഞതുപോലെ തന്നെ നോമ്പ് മുറിയുന്ന മറ്റൊരു കാര്യമാണ് ഭാര്യയുമായി ഉള്ള സംയോഗം അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെടൽ. ഒരാൾ സുബഹി ബാങ്ക് കൊടുക്കുന്ന സമയത്താണ്, കൊടുക്കുന്നതിന്റെ തൊട്ടു മുമ്പാണ് ഭാര്യയുമായി ബന്ധപ്പെടുന്നത്. ബന്ധപ്പെടൽ നടന്നുകൊണ്ടിരിക്കെ ബാങ്ക് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഫജ്ർ വെളിവാകുകയാണ്. എന്നാൽ അവൻ പെട്ടെന്ന് ആ പരിപാടിയൊക്കെ നിർത്തി നോമ്പാണെന്നുള്ള ബോധത്തോടുകൂടി ആ പരിപാടിയൊക്കെ നിർത്തിയാൽ അവന്റെ നോമ്പിന് കുഴപ്പമില്ല. അല്ല, അവൻ അതിൽ തന്നെ തുടർന്ന് പോവുകയാണെങ്കിലോ അവന്റെ നോമ്പ് ബാത്തിലാകുന്നതും അവൻ ഖളാ വീട്ടേണ്ടതും അതോടൊപ്പം കഫാറത്ത് കൊടുക്കേണ്ടതുമാണ്. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതാണ്. വകദാ ലൗകാന മുജാമിഅൻ ഇൻദ ഇബ്തിദാഇ തുലൂഇൽ ഫജ്രി, ഫജ്ർ വെളിവാകുന്ന സമയത്ത്
ഒരാൾ ജിമാ ചെയ്യുകയായിരുന്നു. ഫനസാ ഫിൽ ഹാലി, ഫജ്ർ വെളിവായപ്പോ അല്ലെങ്കിൽ വാങ്കൊടുത്തപ്പോ തന്നെ അവൻ അതിൽ നിന്ന് വിരമിച്ചു. ഐ അഖിബ തുലൂഇഹി, ഫജ്ർ വെളിവായ ഉടനെ അവൻ തന്റെ ഭാര്യയുടെ യോനിയിൽ നിന്ന് തന്റെ ലിംഗം പുറത്തെടുത്തു. എന്നാ ഫലാ യുഫ്തിറു, അതുകൊണ്ട് നോമ്പ് മുറിയില്ല. വൈൻ അൻസല, അയാൾക്ക് സ്ഖലിച്ചാലും ശരി നോമ്പ് മുറിയില്ല. ലിഅന്ന നസ്അ തർക്കുൽ ലിൽ ജിമാഇ, കാരണം അവൻ ലിംഗം യോനിയിൽ നിന്ന് പുറത്തെടുത്തു എന്നത് അവൻ ജിമാ അവസാനിപ്പിച്ചു എന്നതുകൊണ്ടാണ്. ഫഇല്ലം യൻസിഅ, അവനത് പുറത്തെടുത്തില്ല, പെട്ടെന്ന് പുറത്തെടുത്തില്ല എങ്കിൽ ലം യൻഖിദ് സൗമു, അവന്റെ നോമ്പ് നോമ്പായി കണക്കാക്കപ്പെടുകയില്ല. വഅലൈഹിൽ ഖളാഉ വൽ കഫാറത്തു, അവൻ ഖളാ വീട്ടുകയും അതോടൊപ്പം അതിന് കഫാറത്ത് കൊടുക്കുകയും വേണം. അപ്പൊ നോമ്പിന്റെ പകൽ സമയത്ത് ഭാര്യയുമായി ബന്ധപ്പെട്ടാലുള്ള കഫാറത്ത് ഒന്നുകിൽ ഒരു അടിമയെ മോചിപ്പിക്കുകയോ, അതിന് സാധിക്കാത്തവൻ 2 മാസം തുടരെ നോമ്പ് നോൽക്കുകയോ, അതിന് പറ്റാത്തവൻ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുകയോ ചെയ്യണം. ഈ കഫാറത്തിൽ ഏതാണോ സാധിക്കുക എങ്കിൽ അതും കൂടെ അവൻ നിർവഹിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇനി രോഗിയും യാത്രക്കാരനും അവർക്ക് നോമ്പ് നോൽക്കാൻ സാധിക്കില്ല എങ്കിൽ അവർക്ക് നോമ്പ് മുറിക്കാവുന്നതാണ്. വയുബാഹു ഫിത്റുൻ ഫി സൗമിൻ വാജിബിൻ ബിമറദിൻ മുദിറിൻ ലററൻ യുബീഹു തയമ്മുമ, തയമ്മുമിനെ ഹലാലാക്കുന്ന രൂപത്തിലുള്ള ഏതെങ്കിലും വിഷമം രോഗം കൊണ്ട് ഒരാൾക്കുണ്ടാവുകയാണെങ്കിൽ അയാൾക്ക് നോമ്പൊഴിവാക്കാവുന്നതാണ്. എന്താണ് തയമ്മും ഹലാലാക്കുന്ന ലറർ എന്ന് പറഞ്ഞാൽ? തയമ്മും ചെയ്യൽ ഹലാലാകുന്ന കാര്യം, ഒരാൾക്ക് വെള്ളമുണ്ട്, പക്ഷേ വെള്ളം കൊണ്ട് വുളൂ ചെയ്താൽ അയാൾക്ക് എന്തെങ്കിലും രോഗം ബാധിക്കുമെന്നോ അല്ലെങ്കിൽ ഉള്ള രോഗം കഠിനമാകുമെന്നോ ഉണ്ടെങ്കിൽ അയാൾക്ക് വെള്ളമുണ്ടെങ്കിലും തയമ്മും ചെയ്യാവുന്നതാണ്. ഈ രൂപത്തിൽ ഒരാൾക്ക് നോമ്പ് നോൽക്കുന്നത് കാരണം എന്തെങ്കിലും രോഗം പിടിപെടുമെന്നോ അല്ലെങ്കിൽ ഉള്ള രോഗം വർദ്ധിക്കുമെന്നോ വിശ്വസ്തനായ ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്താൽ ആ രോഗിക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒഫീ സഫരി ഖസ്രിൻ, ഖസറാക്കാവുന്ന യാത്രയിലും നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. ദൂന ഖസീരിൻ, വളരെ ചെറിയ യാത്ര പറ്റൂല, ഖസറിന്റെ ദൂരമുള്ള ഒരു ഭാഗത്തേക്ക് മാത്രം 123 കിലോമീറ്റർ ദൂരമുള്ള യാത്രയാണെങ്കിൽ ആ യാത്രയിലും നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. അപ്പോ നോമ്പ് നോൽക്കുന്നത് കാരണം തന്റെ രോഗം മൂർച്ഛിക്കുമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗങ്ങൾ ഉണ്ടാകും എന്നോ, ശരീരത്തിന് ഹാനികരമായ ഏതെങ്കിലും രോഗങ്ങൾ ഉണ്ടാകും എന്നോ ഭയപ്പെട്ടാൽ അവന് നോമ്പൊഴിവാക്കാം. അതുപോലെ തന്നെ ജമ്മും കസറും അനുവദിക്കപ്പെടുന്ന യാത്രയിലും അവന് നോമ്പൊഴിവാക്കാവുന്നതാണ്. അഥവാ ഒരു ഭാഗത്തേക്ക് മാത്രം 123 കിലോമീറ്റർ ദൈർഘ്യമുള്ളതും ഹലാലായതുമായ യാത്രയിൽ ഒരാൾക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ അങ്ങനെ യാത്ര പോകുന്നയാള് യാത്ര തുടങ്ങിയതിന് ശേഷമേ നോമ്പ് ഒഴിവാക്കാൻ പാടുള്ളൂ. അല്ലാതെ യാത്രയാണ് വിചാരിച്ച് ഇന്ന് തന്നെ അത്താഴം കഴിക്കാതെ നെയ്യത്ത് ചെയ്യാതേണ്ടിരുന്നിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ യാത്രക്കാരന് നോമ്പ് ഒഴിവാക്കാം എന്ന് പറഞ്ഞപ്പോ സാധാരണഗതിയിൽ യാത്ര ചെയ്യുമ്പോൾ നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമാണ്. നമ്മൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള യാത്രയാണെങ്കിൽ ആ യാത്രയിൽ നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. എന്നാൽ
യാത്രക്കാരന് നോമ്പ് നോൽക്കാൻ സാധിക്കുമെങ്കിൽ അവന് നോമ്പ് നോൽക്കലാണ് ഉത്തമം. വസൗമുൽ മുസാഫിരി ബിലാ ദററിൻ അഹബ്ബു മിനൽ ഫിത്രി എന്ന് ഫത്ഹുൽ മുഈനിലൊക്കെ കാണാം. റമദാൻ മാസത്തിൽ ഒരാൾ യാത്ര പോകുകയാണ്. ഇപ്പൊ ഉംറക്കൊക്കെ പോകുന്ന, അപ്പൊ കുവൈത്തിൽ നിന്നൊക്കെ ഉംറക്ക് പോകുന്ന ആളുകൾക്ക് ഒരു 1500ഓളം കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രയാണ്. അങ്ങനെയുള്ള യാത്രയിൽ വേണമെങ്കിൽ നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. പക്ഷെ അവര് നോമ്പ് നോൽക്കലാണ് ഉത്തമം. കാരണം ഒന്ന്, റമദാനിന്റെ ഹുർമത്ത്. ഇനി റമദാൻ അല്ലാത്ത സമയത്ത് അവർ ഖദാ വീട്ടുമ്പോ ഈ റമദാനിന്റെ ആ പുണ്യം അവർക്ക് ലഭിക്കില്ല. അപ്പൊ റമദാനിന്റെ സമയത്തെ നമ്മൾ മാനിക്കുക എന്നുള്ള ഒന്ന് ഉള്ളതോടൊപ്പം നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടുതലായി ചെയ്തിരുന്നതും അങ്ങനെയാണ്. അഥവാ കൂടുതലായി നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയിൽ ഫർള് നോമ്പ് ഒഴിവാക്കാത്ത അവസരമാണ് ഉണ്ടായിട്ടുള്ളത്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോകുമ്പോൾ റമദാനിലുള്ള യാത്രയിൽ അധിക സമയത്തും നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് നോൽക്കാറായിരുന്നു പതിവ്. അപ്പോ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനത്തോടുള്ള ഇത്തിബാ എന്ന നിലക്കും റമദാനിന്റെ ഹുർമത്തിനെ മാനിച്ചുകൊണ്ടും ഒക്കെ റമദാനിൽ യാത്ര പോകുന്നയാള് നോമ്പ് നോൽക്കലാണ് ഉത്തമം. എന്നാലും അയാൾക്ക് നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമാണ്. അതുപോലെ തന്നെ നോമ്പ് ഒഴിവാക്കാവുന്ന മറ്റൊരു അവസരമാണ്, ഇപ്പൊ ഗൾഫ് നാടുകളിലൊക്കെ ഭയങ്കരമായ ചൂടാണ്. ഈ ചൂടിനൊക്കെ പുറത്ത് സൈറ്റുകളിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്യുന്ന ആളുകൾ അവർക്ക് നോമ്പെടുക്കുന്നത് കൊണ്ട് ജീവഹാനി സംഭവിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ മാരകമായ രോഗം പിടിപെടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. വലി ഖൗഫി ഹലാക്കിൻ ബിസ്സൗമി മിൻ അത്ഷിൻ ഔ ജൂഇൻ വഇൻ കാന സഹീഹൻ മുഖീമൻ. നാട്ടിൽ താമസിക്കുന്ന ആരോഗ്യവാനായ ഒരാളാണെങ്കിൽ പോലും കഠിനമായ വിശപ്പോ ദാഹമോ ഉണ്ടാകുന്നതുകൊണ്ട് ഹലാക്ക് ഭയപ്പെട്ടാൽ, അഥവാ ജീവഹാനി ഭയപ്പെട്ടാൽ, അതുകൊണ്ട് അയാൾക്ക് നോമ്പൊഴിവാക്കാവുന്നതാണ്. മസല പറയുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. വിശപ്പുണ്ടായതുകൊണ്ട് മാത്രം ഒഴിവാക്കാൻ പറ്റൂല. കാരണം നോമ്പ് പറഞ്ഞാൽ അത് വിശപ്പും ദാഹവും ഒക്കെ സഹിക്കൽ തന്നെയാണ്. പിന്നെയോ അങ്ങനെ വിശപ്പും ദാഹവും കഠിനമായി അവന് ജീവഹാനി സംഭവിക്കും എന്നുള്ള ഭയമുണ്ടെങ്കിൽ, എന്നുള്ള ഭയം അയാൾക്ക് മാത്രാണ്ടുണ്ടായാൽ പോരാ, അതിനുള്ള സാഹചര്യവും കൂടെ ഉണ്ടാകണം. ആ രൂപത്തിലാണെങ്കിൽ അയാൾക്ക് നോമ്പൊഴിവാക്കാവുന്നതാണ്. കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആവർത്തിച്ചു പറയുന്നു, കർമ്മശാസ്ത്രം പറയുന്നത് അതിന്റെ മുടിനാരിഴ കീറിയ ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ ജവാസ് എന്ന് പറഞ്ഞാൽ ജവാസിൽ മാത്രം നിൽക്കണം. എല്ലാം കൂടെ ചെയ്യണം എന്നുള്ള രൂപത്തിലല്ല ഈ പറയുന്നത്. മറിച്ച് ഇത്തരത്തിലുള്ള അവസരങ്ങളിലെല്ലാം കേവലം അത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം മനുഷ്യനെ വിഷമിപ്പിക്കുക എന്നുള്ളത് ശരീഅത്തിന്റെ ഉദ്ദേശ്യമല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. നിങ്ങൾക്ക് ആയാസമാണ് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ പ്രയാസപ്പെടുത്തുക എന്നത് അല്ലാഹുവിന്റെ ഉദ്ദേശ്യമേ അല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പറഞ്ഞു വന്നത്, നമ്മൾ പറയുമ്പോൾ ജായിസാണ് എന്ന് പറഞ്ഞാൽ അതങ്ങനെ നിസ്സാരമായി കണ്ടുകൊണ്ട് നോമ്പൊഴിവാക്കാനുള്ളതല്ല, മറിച്ച് കേവലം അതിന്റെ വിധി പറയുക മാത്രമാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ പോലും ഇപ്പോ ഇത്തരത്തിലുള്ള അവസരങ്ങളിലൊക്കെ നോമ്പ് ഒഴിവാക്കാമെന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ ഉള്ള ആളുകളും രാത്രി സമയങ്ങളിൽ അവർ നോമ്പിന് നിയ്യത്ത് ചെയ്യുകയും രാവിലെ അവർ നോമ്പുകാരായിട്ട് തന്നെ ജോലിക്ക് പോവുകയും വേണം. അഡ്വാൻസ് ആയിട്ട് അവർക്ക് നോമ്പ് ഒഴിവാക്കി പോകാൻ പാടില്ല. അവർ നോമ്പുകാരായിട്ട് തന്നെ പകലിൽ പ്രവേശിക്കണം. എന്നിട്ട് അവരുടെ ജോലിയിലും മറ്റും ഏർപ്പെടുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ അഥവാ ഹലാക്കിനെ ഭയപ്പെട്ടാൽ,
ദാഹിച്ചിപ്പം മരിച്ചു പോകും എന്നുള്ളൊരവസ്ഥയിൽ എത്തിയാൽ, അല്ലെങ്കിൽ വിശപ്പ് കാരണം ഒരാൾ ഇപ്പം മരിച്ചു പോകും എന്നുള്ള ഒരവസ്ഥയിൽ എത്തിയാൽ അപ്പോ അയാൾക്ക് നോമ്പ് മുറിക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞത്. അല്ലാതെ നേരത്തെ തന്നെ നോമ്പ് ഒഴിവാക്കി പോകാം എന്നല്ല. മഹാനായ ഇമാം അസ്റഈ തങ്ങളുടെ ഫത്വ അതിൽ കാണാൻ സാധിക്കും. ബിഅന്നഹു യൽസമുൽ ഹസ്വാദീന ഐ വനഹ്വഹും തബീതുൻ നിയ്യത്തി കുല്ല ലൈലത്തിൻ. എല്ലാ രാത്രിയിലും അവർ നിയ്യത്ത് ചെയ്യണം. അതോടൊപ്പം നോമ്പുകാരായി തന്നെ അവർ പകലിൽ പ്രവേശിക്കുകയും വേണം. അവരുടെ ജോലിയിലോ മറ്റോ ഏർപ്പെടുമ്പോഴും അവർ നോമ്പുകാര് തന്നെയാകണം. എന്നിട്ട് അവർക്ക് ഇത്തരത്തിലുള്ള വിഷമ അവസ്ഥ സംജാതമായാൽ അപ്പോൾ അവർക്ക് നോമ്പ് മുറിക്കാവുന്നതാണ്. അല്ലാതെ നേരത്തെ തന്നെ രാവിലെ തന്നെ നല്ലോണം നാസ്തയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റൂല. ഇനി നോമ്പ് ഖളാ വീട്ടുന്നതിന്റെ വിധി. റമളാനിലെ നോമ്പ് ഏത് കാരണത്താൽ നഷ്ടപ്പെട്ടാലും അവർ ഖളാ വീട്ടണം. വയജിബു ഖളാഉ മാ ഫാത വലൗ ബിഉദ്രിൻ മിനസ്സൗമിൽ വാജിബി ബിമറളിൻ ഔ സഫരിൻ. ഫറളായ നോമ്പ് റമളാനിലേന്ന് മാത്രമല്ല, നേർച്ചയാക്കിയ നോമ്പാണെങ്കിലും അല്ലെങ്കിൽ കഫാറത്തിന്റെ നോമ്പാണെങ്കിലും ഒക്കെ ഫറളായ നോമ്പ് ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അത് ഖളാ വീട്ടണം. ഇവിടെ യജിബു ഖളാഉ മാ ഫാത, പ്രത്യേകിച്ച് റമളാനിൽ ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടു എന്നാൽ അത് ഖളാ വീട്ടണം. ബിമറളിൻ, രോഗം കാരണം നഷ്ടപ്പെട്ടു. ഔ സഫരിൻ, അല്ലെങ്കിൽ യാത്ര കാരണം നഷ്ടപ്പെട്ടു. ഔ തെർക്കി നെയ്യത്തിൻ, അല്ലെങ്കിൽ ഒരാളെ നെയ്യത്ത് ചെയ്തില്ല അത് കാരണം നോമ്പെടുക്കാൻ പറ്റിയില്ല, അങ്ങനെ നഷ്ടപ്പെട്ടു. ഔ ബി ഹൈലിൻ ഔ നിഫാസിൻ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഹൈലോ നിഫാസോ ഉണ്ടായ കാരണം നോമ്പ് നോൽക്കാൻ പറ്റിയില്ല. എന്നാൽ ഇങ്ങനെയൊക്കെ നോമ്പ് നഷ്ടപ്പെട്ടാലും അവർ ഖളാ വീട്ടേണ്ടതാണ്. ഇനി നേരത്തെ പറഞ്ഞവരടക്കം അഥവാ നോമ്പ് ഒഴിവാക്കാവുന്ന ചില ആളുകളെക്കുറിച്ച് പറഞ്ഞു. ആരോഗ്യമുള്ളവൻ തന്നെയാണെങ്കിലും കഠിനമായ വിശപ്പോ ദാഹമോ കാരണം ശരീരത്തിന്റെ ഹലാക്കിനെ അഥവാ ജീവഹാനിയെ ഭയപ്പെട്ടാൽ അയാൾക്ക് നോമ്പൊഴിവാക്കാമെന്ന് പറഞ്ഞു. അത് അയാൾ രാത്രി നിയ്യത്ത് ചെയ്യുകയും രാവിലെയൊക്കെ നോമ്പുകാരനായി തന്നെ ഈ ജോലിയിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യണം. അയാൾക്ക് ഈ വിഷമാവസ്ഥ ഉണ്ടാകുമ്പോഴേ നോമ്പ് മുറിക്കാവൂ എന്ന് പറഞ്ഞു. നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ട് ഇനി അയാൾ വൈകുന്നേരം വരെ അയാൾക്ക് നോമ്പുകാരനെ പോലെ ഇംസാക്ക് ചെയ്ത് നിൽക്കുകയും വേണം. ഇനി വൈകുന്നേരം ഏതായാലും മുറിച്ചിലെ ഇനി അങ്ങോട്ട് തിന്നാന്ന് വിചാരിക്കാൻ പറ്റൂല. അയാൾക്കൊരു വിഷമുണ്ടായപ്പോ ശാരി അയാൾക്ക് അനുവദിച്ചു കൊടുത്തു. പക്ഷേ ഇത് റമളാനാണ്. അതുകൊണ്ട് അയാൾ റമളാനിൽ മറ്റുള്ളവരെ പോലെ തന്നെ റമളാനിന്റെ പവിത്രതയെ മാനിച്ചുകൊണ്ട് ഇംസാക്ക് ചെയ്തു നിൽക്കണം. പിന്നെയും അയാൾക്ക് അതേപോലുള്ള അവസ്ഥ ഉണ്ടാകുകയാണ്, എന്നാൽ അയാൾക്ക് പിന്നെയും വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ ഒരു കാരണമില്ലാതെ ഒരാൾ നോമ്പ് കൊണ്ട് ഒഴിവാക്കി, ഒരു കാരണമില്ലാതെ ഒഴിവാക്കി, ഒരു 10 മണിയായപ്പോ മൂപ്പര് ചായ കൊണ്ട് കുടിച്ചു അല്ലെങ്കിൽ നാസ്തയാക്കി, എന്നാലോ അയാളും മുറിച്ചത് മുറിച്ചു. ഇനി വൈകുന്നേരം വരെ അയാൾക്ക് തിന്നാന്ന് വിചാരിക്കേണ്ട, അയാളും ഇംസാക്ക് ചെയ്യണം. ഇംസാക്ക് ചെയ്യൽ നിർബന്ധമാണ്. അങ്ങനെ ഇംസാക്ക് ചെയ്തില്ലെങ്കിൽ അഥവാ വൈകുന്നേരം വരെ അന്നപാനാദികളും മറ്റു നോമ്പ് മുറിയുന്ന കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചു നിന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ അയാൾ കുറ്റക്കാരനാണ്. അതോടൊപ്പം അത് അയാൾ ഖളാ വീട്ടും വേണ്ടി വരും. സമയം, ക്ലാസിന്റെ സമയം കഴിഞ്ഞോ? 10 മണി എന്ന് പറഞ്ഞാൽ 11:30 മണിയായി. നിർത്തുകയാണ് തോന്നുന്നു നല്ലത്. നൂർ ഫൈസ് ഉസ്താദ് പറഞ്ഞ മാതിരി ഇത് ഒരു ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും ഒന്നും തീരണതല്ല. ഏതായാലും ഒരു കുറച്ചുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. രാവിലെ ജോലിയുണ്ടല്ലോ. ഇനി ആരാ അവിടെ ഉള്ളത്? നിർത്തണം. അങ്ങനെ സമയം എത്രതിന്റെ കണക്ക് എനിക്കതൊന്നും പറയില്ല. ഞാന് ക്ഷമിക്കണം, ഞാനിതിന്റെ അഡ്മിനൊക്കെ തന്നെയാണ്. പക്ഷെ കാര്യങ്ങള് എത്രതിന്റെ കണക്ക് 2 മണിക്കൂറാ 1 മണിക്കൂറാ? ബഹുമാനപ്പെട്ട നൂർ ഫൈസ് ഉസ്താദ് ഉണ്ടോ? ഉറങ്ങിയാവോ?
ഏതായാലും ഞാനൊരു 5 മിനിറ്റ് കൂടെ പറയുന്നുണ്ട്, എന്നിട്ട് നിർത്താം. ഇനി കഫാറത്തിനെ കുറിച്ച് പറയുമ്പോൾ നോമ്പ് നഷ്ടപ്പെടുത്തിയവർക്കുള്ള പ്രായശ്ചിത്തം. വാലാമൻ അഫ്സദഹു ജിമാഇൻ കഫാറത്തും മുതകററ ബി തക്റാറിൽ ഇഫ്സാദി. നേരത്തെ പറഞ്ഞു, നോമ്പ് നഷ്ടപ്പെടുത്തിയാൽ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ട്, പകലിൽ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ട് ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടാൽ അയാൾ കഫാറത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് ഒരു അടിമയെ മോചിപ്പിക്കുക. അതിനിപ്പോ തൽക്കാലം സാധ്യമല്ല. അപ്പൊ അയാൾ ചെയ്യേണ്ടത് 2 മാസം തുടരെ നോമ്പ് നോൽക്കുക എന്നുള്ളതാണ്. ഷഹ്റൈനി മുത്തതാബിഐനി എന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. 2 മാസം തുടരെ നോമ്പ് നോൽക്കണം. 2 മാസം തുടരെ നോമ്പ് നോറ്റിട്ട് ആ നോമ്പ് നോൽക്കുന്നതിന്റെ ഇടയ്ക്ക് 1 ദിവസം നഷ്ടപ്പെട്ടാൽ അയാൾ വീണ്ടും ആദ്യം മുതൽ 2 മാസം നോൽക്കണം. ഇങ്ങനെയൊക്കെ അതിന് നോമ്പ് നോൽക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ അയാൾ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. ഈ കഫാറത്ത്, ഒരാൾ ഭാര്യയുമായി 1 ദിവസം ബന്ധപ്പെട്ടു, അതിനൊരു കഫാറത്തുണ്ട്. പിറ്റേ ദിവസം വീണ്ടും ബന്ധപ്പെട്ടു, അപ്പൊ കഫാറത്ത് പിന്നെയും കൂടും. 3 ദിവസമായാലോ ഓരോ നോമ്പിനും 60 ദിവസം നോമ്പ് നോൽക്കുക, അല്ലെങ്കിൽ 2 മാസം നോമ്പ് നോൽക്കുക എന്നുള്ളതാണ്. 2 ദിവസം ജിമാഅ് ചെയ്തുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടുത്തിയാലോ അയാള് 4 മാസം നോമ്പ് നോൽക്കണം, 2 മാസം തുടരെ നോൽക്കണം. പിന്നെ തുടങ്ങിയാൽ 2 മാസം പിന്നെയും തുടരെ നോൽക്കണം. അങ്ങനെ എത്ര ദിവസമാണോ ഇയാള് റമദാനിന്റെ പകലിൽ പിന്നെ നോമ്പ് നഷ്ടപ്പെടുത്തിയത് എങ്കിൽ അതിന് അത്രയും ഓരോ നോമ്പിനും 2 മാസം വീതം നോമ്പ് നോൽക്കുക എന്നുള്ള രൂപത്തിൽ അയാളത് തുടർന്നു കൊണ്ടുപോകണം. സ്ത്രീയും നോൽക്കണം. 2 പേരും, ഒരാൾ നാളൊരു സ്ത്രീയെ അവളുടെ സമ്മതമില്ലാതെ നിർബന്ധിച്ചാണെങ്കിൽ അവൾ നോൽക്കേണ്ടതില്ല, അല്ലെങ്കിൽ സ്ത്രീയും നോൽക്കണം. ഇനി വാർദ്ധക്യം, അതുപോലെ രോഗം എന്നിവയാൽ നോമ്പൊഴിവാക്കിയ ആളുകൾ, ഇപ്പൊ ഈ മേലെ പറഞ്ഞ കഫാറത്ത് 60 ദിവസം 2 മാസം നോമ്പ് നോൽക്കുകയോ അല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുകയോ വേണം എന്നാണ് പറഞ്ഞത്. ഈ 60 മിസ്കീന്മാര് എന്നുള്ളത് ഒന്നുകിൽ മിസ്കീന് അല്ലെങ്കിൽ ഫക്കീർ, ഈ 2 വിഭാഗത്തിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. സക്കാത്തിന്റെ അവകാശികളിൽ പറഞ്ഞ 8 വിഭാഗത്തിൽ ബാക്കിയുള്ള വിഭാഗത്തിനൊന്നും കൊടുത്താൽ വീടൂല. ഫക്കീറിന് അല്ലെങ്കിൽ മിസ്കീനായിരിക്കണം കൊടുക്കേണ്ടത്. സക്കാത്തിന്റെ അവകാശികളിൽ പറഞ്ഞ മറ്റു സക്കാത്തിന്റെ പ്രവർത്തകർ, അതുപോലെ തന്നെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, യാത്രക്കാർ, ജിഹാദ് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും കൊടുത്താൽ വീടൂല. ഈ കഫാറത്ത് കൊടുക്കേണ്ടത് ഫക്കീർ, മിസ്കീന് എന്നീ 2 വിഭാഗങ്ങൾക്ക് മാത്രമാണ്. അതുപോലെ തന്നെ സുഖമാകുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗിയോ വാർദ്ധക്യ സഹജം ബുദ്ധിമുട്ടുന്നവരോ ഒക്കെ ആയ ആളുകൾ അവർ നോമ്പ് നോൽക്കേണ്ടതില്ല. അവർ ഓരോ ദിവസത്തിനും ഓരോ മുദ്ദ് കൊടുക്കണം. സുഖമാകുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗി, അതുപോലെ തന്നെ വാർദ്ധക്യ സഹജമായ ക്ഷീണമുള്ള ആളുകൾ, അഥവാ വാർദ്ധക്യ സഹജമായി വളരെ പ്രയാസം അനുഭവപ്പെടുന്നവർ, അവരോരോ ദിവസത്തിനും നോമ്പ് നോൽക്കാൻ കഴിയാത്ത അവസ്ഥയുള്ളവരാ പറയണത്, ഓരോ ദിവസത്തിനും ഓരോ മുദ്ദ് കൊടുക്കണം. അഥവാ ഈ നോമ്പ് ഒഴിവാക്കുന്ന സമയത്ത് അവർക്ക് മുദ്ദ് കൊടുക്കാനുള്ള കഴിവുണ്ടെങ്കിലേ അവർ കൊടുക്കേണ്ടതുള്ളൂ. നോമ്പ് ഒഴിവാക്കുന്ന സമയത്ത് ഓരോ ദിവസത്തിനും ഓരോ മുദ്ദ് കൊടുക്കാൻ മാത്രം അവർക്ക്, ഓരോ മുദ്ദ് എന്ന് പറഞ്ഞാൽ 600 ഗ്രാം അല്ലെങ്കിൽ 650 ഗ്രാം അരിയാണ്. അതിനുള്ള സാമ്പത്തിക ശേഷി ഉള്ള ആളുകൾക്കേ അത് കൊടുക്കൽ നിർബന്ധമുള്ളൂ. ഒരാൾ നോമ്പൊഴിവാക്കുന്ന രോഗിയാണ്, രോഗം സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാതെ കിടക്കുന്ന ഒരു രോഗി, അയാൾക്ക് യാതൊരു തരത്തിലുള്ള സാമ്പത്തികമായ കഴിവുമില്ല, എന്നാൽ അയാൾ മുദ്ദൊന്നും കൊടുക്കേണ്ടതില്ല, അയാൾക്കൊന്നും നിർബന്ധമില്ല. അതുപോലെ തന്നെ ഒരു വൃദ്ധനാണ്, വൃദ്ധസദനത്തിലുള്ള ഒരു സാധുവാണ്, അയാൾക്കൊരു മുതലുമില്ല, അയാൾ നോമ്പൊഴിവാക്കുകയാണ്,
അയാൾ നോമ്പൊഴിവാക്കിയാൽ അയാൾക്കും മുദ്ദൊന്നും കൊടുക്കേണ്ടതില്ല. നോമ്പൊഴിവാക്കുന്ന സമയത്ത് ഈ മുദ്ദ് കൊടുക്കാനുള്ള കഴിവ് ഉണ്ടെങ്കിലേ അവർ കൊടുക്കേണ്ടതുള്ളൂ. അതുപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീകളും ഗർഭിണികളായ സ്ത്രീകളും അവരെന്താണ് ചെയ്യേണ്ടത്? അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ നോമ്പൊഴിവാക്കാവുന്നതാണ്. മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് അവർക്ക് സ്വന്തം ശരീരത്തിന് നോമ്പ് നോറ്റാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നതുകൊണ്ടോ, അല്ലെങ്കിൽ അവരുടെ കുട്ടിക്ക് തള്ള നോമ്പ് നോൽക്കുന്നത് കൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമോ എന്നതിനാലോ, അല്ലെങ്കിൽ തള്ളക്കും കുട്ടിക്കും ഏതെങ്കിലും തരത്തിലുള്ള വിഷമമുണ്ടാകും, ഇങ്ങനെയൊക്കെ ആയാലും അവർക്ക് നോമ്പൊഴിവാക്കാം. അതുപോലെ തന്നെ ഗർഭിണി നോമ്പ് നോറ്റാൽ അവൾക്ക് ശാരീരികമായ ക്ഷീണമുണ്ടാകും എന്നതുകൊണ്ടോ, അതല്ലെങ്കിൽ കുട്ടിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടാകും എന്നതിനാലോ ഒക്കെ ആണെങ്കിലും നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. അങ്ങനെ ഒഴിവാക്കുമ്പോൾ വയജിബുൽ മുദ്ദു മഅൽ ഖളാഇ അലൽ ഹാമിലി വൽ മുർളിഇ അഫ്തറത ലിൽ ഖൗഫി അലൽ വലദി. ഇവരൊക്കെ ഖളാ വീട്ടണം. അഥവാ ഗർഭിണി അവൾക്ക് സ്വന്തം പ്രയാസമുണ്ടാകും എന്നതുകൊണ്ടാണ് നോമ്പൊഴിവാക്കിയത്, ഒഴിവാക്കാവുന്നതാണ്. പക്ഷെ അവർ ഖളാ വീട്ടണം. അല്ലെങ്കിൽ അവരുടെ വയറ്റിലുള്ള കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകും എന്നതുകൊണ്ടാണ് നോമ്പൊഴിവാക്കിയത്, ഒഴിവാക്കാവുന്നതാണ്, ഖളാ വീട്ടണം. അല്ലെങ്കിൽ അവൾക്കും കുട്ടിക്കും കൂടെ പ്രയാസമുണ്ടാകും എന്നതുകൊണ്ടാണ് നോമ്പൊഴിവാക്കുന്നത്, ഒഴിവാക്കാം, ഖളാ വീട്ടണം. ഇതുപോലെ തന്നെയാണ് മുലയൂട്ടുന്ന 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മുലയൂട്ടുന്ന പെണ്ണുങ്ങളും. അങ്ങനെയുള്ള മുലയൂട്ടുന്നവളും ഗർഭിണികളും നോമ്പൊഴിവാക്കിയത് ഏത് കാരണത്താലാണ്? അവളുടെ സ്വന്തം ശരീരത്തിന് പ്രയാസമുണ്ടാകും എന്ന കാരണത്താലാണോ ഒഴിവാക്കിയത്? ഗർഭിണി നോമ്പൊഴിവാക്കിയത് അവളുടെ ശരീരത്തിന് കാര്യമായ ക്ഷീണമുണ്ടാകും എന്നതുകൊണ്ടാണോ? എന്നാൽ അവൾ നോമ്പ് ഖളാ വീട്ടിയാൽ മതി, പ്രായശ്ചിത്തമൊന്നും കൊടുക്കേണ്ടതില്ല. എന്നാൽ അവൾക്കും കുട്ടിക്കും കൂടെ പ്രയാസമുണ്ടാകും എന്ന് വിചാരിച്ചാലും എന്ന രീതിയിലാണ് നോമ്പൊഴിവാക്കിയത് എങ്കിലും അവൾ ഖളാ വീട്ടിയാൽ മതി. എന്നാൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകും എന്ന കാരണത്താലാണ് നോമ്പൊഴിവാക്കിയത് എങ്കിൽ ഖളാ വീട്ടുന്നതോടൊപ്പം മുദ്ദും കൊടുക്കേണ്ടതാണ്. ഒന്നുകൂടെ പറയുന്നു, വയജിബുൽ മുദ്ദു മഅൽ ഖളാഇ, ഖളാ വീട്ടുന്നതോടൊപ്പം മുദ്ദും കൊടുക്കൽ നിർബന്ധമാണ്. അലൽ ഹാമിലി വൽ മുർളിഇ, മുലയൂട്ടുന്നവൾക്കും ഗർഭിണിക്കും, അഫ്തറത ലിൽ ഖൗഫി അലൽ വലദി, കുട്ടിയുടെ മേൽ പേടിച്ചിട്ടാണ്, കുട്ടിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടിയാലാണ് ഇവർ നോമ്പൊഴിവാക്കിയത്, ഗർഭിണിയും മുലയൂട്ടുന്നവളും. എന്നാൽ ഖളാ വീട്ടുന്നതോടൊപ്പം അവർ മുദ്ദും കൊടുക്കണം. അതല്ല, അവരുടെ സ്വന്തം ശരീരത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടാകും എന്നതിനാലാണ്, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിനും അതോടൊപ്പം കുട്ടിക്കും പ്രയാസമുണ്ടായേക്കാം എന്ന രൂപത്തിലാണ് നോമ്പൊഴിവാക്കിയത്, എന്നാൽ അവർ മുദ്ദു കൊടുക്കേണ്ടതില്ല, അവർ നോമ്പ് ഖളാ വീട്ടിയാൽ മതി. അപ്പൊ മുദ്ദു കൊടുക്കേണ്ടത് എപ്പോഴാണ്? ഗർഭിണിയും മുലയൂട്ടുന്നവളും മുദ്ദു കൊടുക്കേണ്ട ഒരേ ഒരവസ്ഥയുള്ളൂ. അഥവാ കുട്ടിയുടെ കാരണത്താലാണ് നോമ്പൊഴിവാക്കുന്നത്. മുലയൂട്ടുന്ന കുട്ടിക്ക് ഞാൻ നോമ്പ് നോറ്റാൽ ചിലപ്പോൾ പറയാറുണ്ട്, തള്ളയുടെ വയറ് കാലിയായാൽ കുട്ടിക്ക് അതുകൊണ്ട് വയറ്റിളക്കം പിടിക്കും എന്ന് പറയാറുണ്ട്. ശരിയാണോ എന്ന് എനിക്ക് അത്ര അറിയൊന്നുമില്ല, അങ്ങനെ പറയാറുണ്ട്. ഏതായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം, കുട്ടിക്ക് എന്തെങ്കിലും പോഷകക്കുറവുണ്ടാകും. ഇങ്ങനെ കുട്ടിയുടെ കാരണത്തിനാണ് നോമ്പൊഴിവാക്കിയത്. എന്നാൽ നോമ്പ് ഖളാ വീട്ടുന്നതോടൊപ്പം ഓരോ ദിവസത്തിനും ഓരോ മുദ്ദ് എന്ന നിലക്ക് അവരതിന്റെ പ്രായശ്ചിത്വം കൊടുക്കണം. എന്നാൽ അവരുടെ സ്വന്തം ശരീരത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകും, കുട്ടിന്റെ കാര്യത്തിന് വേണ്ടിയല്ല. നോമ്പ് നോറ്റാൽ തള്ളക്ക് തന്നെ പ്രയാസമുണ്ട്,
അല്ലെങ്കിൽ തള്ളക്ക് പ്രയാസമുള്ളതോടൊപ്പം കുട്ടിക്കും എന്തെങ്കിലും പ്രയാസം ഉണ്ടായേക്കാം എന്ന രൂപത്തിലാണ് ഒഴിവാക്കിയത് എങ്കിൽ അതിന് ഖലാ വീട്ടിയാൽ മാത്രം മതി, മുദ്ദു കൊടുക്കേണ്ടതില്ല. മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കണം. ഇനി ഖലാ വീട്ടുന്നത് അടുത്ത റമളാൻ വരുന്നതിന്റെ മുമ്പ് ആയിരിക്കണം. ഈ റമളാനിന് നഷ്ടപ്പെട്ട നോമ്പ് അടുത്ത റമളാനിന്റെ മുമ്പ് അപ്പൊ അടുത്ത റമളാൻ വരുന്നതിന്റെ മുമ്പായിരിക്കണം ഖലാ വീട്ടേണ്ടത്. ويجب على مؤخر قضاء لشيء من رمضان حتى دخل رمضان آخر بلا عذر في التأخير بأن خلا عن السفر والمرض مد لكل سنة. അപ്പോൾ ഒരാൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ ഏതെങ്കിലും കാരണത്താൽ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, എന്നാൽ അയാൾ അടുത്ത റമളാൻ വരുന്നതിന്റെ മുമ്പ് ഖലാ വീട്ടണം. ഇനി അടുത്ത റമളാൻ വന്നിട്ടും അയാൾക്ക് ഖലാ വീട്ടാൻ, അടുത്ത റമളാന്റെ മുമ്പ് അയാൾക്ക് ഖലാ വീട്ടാൻ പറ്റിയില്ല, എന്നാൽ അയാൾ റമളാനിന് ശേഷം ഖലാ വീട്ടുമ്പോൾ ഓരോ ദിവസത്തിനും ഓരോ മുദ്ദും കൊടുക്കണം. കാരണം അത് തഅഖീറിന്റെ മുദ്ദാണ്, ഇയാൾ പിന്തിച്ചു എന്നുള്ള കാരണത്തിലുള്ള മുദ്ദ. എന്നാൽ ഈ പിന്തിച്ചത് എന്തെങ്കിലും കാരണത്താലാണ്. എന്താ കാരണം? അയാൾക്ക് നോമ്പൊഴിവാക്കിയ ആ കൊല്ലം അയാൾ തുടരെ യാത്രയായിരുന്നു, അയാളങ്ങനെ യാത്ര പോവുകയായിരുന്നു, അല്ലെങ്കിൽ കുറെ കാലം യാത്ര ചെയ്യുന്നു, കുറെ കാലം അയാൾക്ക് നോമ്പ് വെക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള രോഗമായിരുന്നു. ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയാൾ ഈ തഅഖീറിന്റെ മുദ്ദ് കൊടുക്കേണ്ടതില്ല. അല്ല, ഒരു കാരണവുമില്ലാതെയാണ് അയാൾ ഖലാ വീട്ടൽ പിന്തിച്ചത് എങ്കിൽ ഓരോ ദിവസത്തിനും ഓരോ മുദ്ദും അയാൾ കൊടുക്കേണ്ടതാണ്. ഇനി അത് 2 കൊല്ലം അയാൾ ഖലാ വീട്ടലെങ്കിലോ ഓരോ ദിവസത്തിനും ഈ 2 മുദ്ദാകും. ഇങ്ങനെ ഓരോ കൊല്ലം കൂടി വരുന്തോറും അയാൾ ഖലാ വീട്ടാൻ വൈകിയാൽ അകാരണമായിട്ടാണ് വൈകുന്നത് എങ്കിൽ ഓരോ കൊല്ലത്തിനും ഓരോ ദിവസത്തിന് മുദ്ദ് എന്നുള്ള നിലക്ക് 3 കൊല്ലത്തിനാണെങ്കിൽ ഓരോ ദിവസത്തിനും 3 മുദ്ദ് വീതം കൊടുക്കണം. 4 കൊല്ലമായിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസത്തിനും 4 മുദ്ദ് വീതം കൊടുക്കണം. അയാൾ 10 കൊല്ലം കഴിഞ്ഞിട്ടാ ഖലാ വീട്ടുന്നതെങ്കിൽ 10 കൊല്ലത്തിനും ഓരോ മുദ്ദ് ഓരോ ദിവസത്തിനും കൊടുക്കണം. മസ്റഫുൽ അംദാദി ഫഖീറും വ മിസ്കീനുൻ, അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ മുദ്ദ് കൊടുക്കേണ്ടത് ഫഖീർ, മിസ്കീൻ എന്നീ 2 വിഭാഗങ്ങൾക്ക് മാത്രമുള്ളൂ. അപ്പൊ ചുരുക്കത്തിൽ യുബാഹുൽ ഫിത്റു ഫി റമളാന ലി 6 വിഭാഗം ആളുകൾക്ക് റമളാനിൽ നോമ്പൊഴിവാക്കാവുന്നതാണ്. 1 മുസാഫിർ, അയാൾക്ക് നോമ്പൊഴിവാക്കാന്ന് പറഞ്ഞു. 2 മരീള്, രോഗിക്ക് നോമ്പൊഴിവാക്കാന്ന് പറഞ്ഞു. 3 വാർദ്ധക്യ സഹജമായി നോമ്പ് നോൽക്കാൻ കഴിയാത്ത ക്ഷീണമുള്ള ആളുകൾക്ക് നോമ്പൊഴിവാക്കാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹാമില്, ഗർഭിണിയായ സഹോദരിക്ക് നോമ്പൊഴിവാക്കാന്ന് പറഞ്ഞു. മുർലിയത്ത്, കുട്ടികൾക്ക് മുലയൂട്ടുന്ന സഹോദരിക്ക് നോമ്പൊഴിവാക്കാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വല്ല അത്തുഷാൻ, കഠിനമായ ദാഹം, വിശപ്പ് എന്നിവ കൊണ്ട് ജീവഹാനി സംഭവിക്കും എന്ന് ഭയപ്പെടുന്നെന്ന് നമുക്ക് ഈ കഴിഞ്ഞ ചർച്ചകളിൽ നിന്ന് മനസ്സിലായി. ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്ന് പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ധാരാളം മസ്അലകൾ നോമ്പുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ബഹുമാന്യരായ പണ്ഡിതന്മാർ അത് ഇവിടെ ചർച്ച ചെയ്യും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ ശബ്ദം കേൾക്കണ്ടോ? ഫൈസി നിങ്ങൾ ഡി സി അയക്കണില്ലേ? കാണാനില്ല. അവസാനം വെച്ച് കുറെ കട്ടുണ്ടായിരുന്നു. ഇപ്പോ ഡി സി അയക്കണല്ലോ അല്ലേ? ഡി സി ആയിട്ടുണ്ട്. സംസാരം അവസാനിപ്പിച്ചിട്ടില്ല, എന്റെ ഇടയിൽ ഡി സി ആയിട്ടുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പൈസ ഒന്നും കൂടി കൈപ്പൊന്തിക്കണം. അങ്ങനെ ഇപ്പൊ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ ഇടയിൽ ഡി സി ആയി പോയതാണ്. അങ്ങനെ തന്നെയാണല്ലോ അല്ലേ സംഭവം? അല്ല, എനിക്ക് ഇവിടെ സംഭവിച്ചത് മാത്രമല്ലല്ലോ. AD ക്ലാസ് റൂമിലില്ല. അപ്പൊ ആർക്കെങ്കിലൊക്കെ ഇനിയിപ്പോ ഈ പറഞ്ഞതിൽ സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാൻ വേണ്ടി കൈപ്പൊന്തിക്കണം. കൈപ്പൊന്തിച്ച് നിന്നോളി, ഉസ്താദ് വരും സംശയം തീർക്കാൻ. സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിക്കണം. അങ്ങനെ ചോദിക്കാതെ ഇരിക്കരുത്. നമ്മൾ ഇതേവരെ സംസാരം കേട്ടതിലൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും ഓരോ സംശയം ഉണ്ടാവും. അപ്പൊ ആ സംശയങ്ങളൊക്കെ തീർത്ത് മനസ്സിലാക്കണം. അങ്ങനെ ആ സംശയം ചോദിച്ച് ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് സംഭവിക്കുക, നമ്മൾ ഈ വിഷയമൊക്കെ നമ്മളെ മനസ്സിലേക്കൊന്ന് അത് കയറിയിരിക്കും. അല്ല, അപ്പൊ ഈ പറഞ്ഞത് കേട്ടു അങ്ങനെയാണ് പോയി, അപ്പൊ അതൊന്നും വിഷയം ശരിക്കും മനസ്സിൽ കയറൂല. മനസ്സിലായി? സംശയം ഉണ്ടാവല് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു അടയാളമാണ്. പിന്നെ അത് ചോദിക്കലോ, സംശയം ഉണ്ടായിട്ട് ചോദിച്ച് പഠിച്ചിരിക്കുക, അത് നല്ല കാര്യമാണ്. അതുകൊണ്ട് ഉസ്താദ് DC ആയതാണ്, വരുമെന്ന് പ്രതീക്ഷിക്കാം. വന്നാല് കൈപ്പൊന്തിക്കണം. ഇതേവരെ എത്തിയിട്ടില്ല. ഉസ്താദ് വരട്ടെ എന്നെ വന്നാല് കൈപ്പൊന്തിക്കുന്ന് പ്രതീക്ഷിക്കുന്നു. അതിന്റെ മുമ്പ് വേറെ ആർക്കെങ്കിലും മൈക്ക് വേണമെങ്കിൽ എടുത്തോളി. ഓക്കെ, നമുക്ക് മൈക്ക് റിലീസ് ചെയ്യാം. നിങ്ങൾക്കിപ്പോ ഈ കൈപ്പൊന്തിച്ചവർക്ക് സംശയമാണെങ്കിലേ ആ സംശയമൊക്കെ ഇവിടെ വന്ന് ഇപ്പൊ തന്നെ പ്രകടിപ്പിക്കുക. മൈക്ക് വെറുതെ കേൾക്കണ്ട. നിങ്ങളുടെ സംശയങ്ങൾ ഇവിടെ വന്നിട്ട് പറയുകയൊക്കെ ചെയ്യാം. അതിന്റെ ഇടയിൽ ഉസ്താദ് വരുമ്പോ അതിന്റെ മറുപടി പറയും ചെയ്യും. മനസ്സിലായില്ലേ? അതൊരു നല്ല കാര്യമാണ്. മറ്റേ അത് പറഞ്ഞെന്താണ് ഇപ്പൊ ഈ കേട്ടയില് ദുബായ് കൈ താഴ്ത്തി. ഈ മൈക്ക് വെറുതെ കെടുക്കാതിരിക്കാൻ എന്ത് ചെയ്യുക, ആ സംശയം ഇങ്ങനെ പറയുക. എനിക്ക് ഈ പ്രസംഗം കേട്ടപ്പോ ഇങ്ങനെയൊക്കെ സംശയം വന്നിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് മറ്റാളത് പറയാം. അപ്പൊ എന്താണ് അങ്ങനത്തെ ആ സംശയം വന്നിട്ടുണ്ട്. ഉസ്താദ് വന്നാ? എത്തിയിട്ടില്ല. അപ്പോ മൈക്കടിക്ക്. എന്താണ് അത് പറഞ്ഞപ്പോ കൈ താഴ്ത്തുന്ന ഓരോരുത്തര്? അടുത്ത ആളിപ്പോ കൈപ്പൊന്തിച്ച ആള് മൈക്കെടുത്തോളൂ. ഹലോ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എനിക്ക് സംശയം ചോദിക്കാനുള്ള ഉസ്താദുമാരെ, അതായത് ഇഞ്ചക്ഷൻ ചെയ്യുന്നത് കൊണ്ടോ അതുപോലെ തന്നെ ഗ്ലൂക്കോസ്, അതായത് ഇപ്പോ ഈ ലോ പ്രഷർ അതായത് ലോ ഷുഗർ ഉള്ള ആളിപ്പോ ആള് ക്ഷീണിച്ചാൽ പിന്നെ ഗ്ലൂക്കോസ് കയറ്റേണ്ടി വരും, 1-2 കുപ്പിയൊക്കെ. അപ്പൊ അങ്ങനെ ഗ്ലൂക്കോസ് കയറ്റുന്നത് കൊണ്ട് നോമ്പ് ബാത്തിലാവുമ്പോൾ എന്താണ് അതിന്റെ സംശയം തീർത്ത് എന്നാൽ വളരെ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ എപ്പോഴാണ് DC ആയതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ ഒരു സഹോദരൻ ചോദിച്ചത് ഞാൻ കേട്ടു. 5 മിനിറ്റ് ആയിരുന്നല്ലോ, പറഞ്ഞ മുഴുവൻ കേട്ടിട്ടുണ്ടാവില്ല. ഏതായിരുന്നാലും പിന്നെ ഇഞ്ചക്ഷൻ ചെയ്താൽ സാധാരണഗതിയിൽ ഇഞ്ചക്ഷൻ എന്നുള്ളത് മരുന്ന് കുത്തിവെക്കുക എന്നുള്ളതാണല്ലോ.
ഫിഖിന്റെ കിതാബുകൾ ഇതിനെ 3 തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ ശരീരത്തിലേക്ക് മരുന്ന് കുത്തിവെക്കുന്നത്, ഒന്ന് മാംസത്തിലേക്കുള്ള ഇഞ്ചക്ഷൻ, 2 ഞരമ്പിലേക്കുള്ള ഇഞ്ചക്ഷൻ, 3 തുറക്കപ്പെട്ട ഏതെങ്കിലും ദ്വാരത്തിലൂടെ ശരീരത്തിലേക്ക് മരുന്ന് കുത്തിവെക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനം പ്രവേശിപ്പിക്കുക. ഈ ആദ്യം പറഞ്ഞ 2 രൂപത്തിലുള്ള മാംസത്തിലേക്കോ അല്ലെങ്കിൽ മാംസത്തിലേക്ക് നേരിട്ട് മരുന്ന് കുത്തിവെക്കുന്നതോ ഞരമ്പ് മുഖേന ശരീരത്തിലേക്ക് മരുന്ന് കുത്തിവെക്കുന്നതോ കൊണ്ട് നോമ്പ് മുറിയില്ല. അത് ഫിഖിന്റെ കിതാബുകളിലൊക്കെ കാണാവുന്നതാണ്. എന്നാൽ തുറക്കപ്പെട്ട ദ്വാരങ്ങളിലോ മലദ്വാരത്തിലൂടെ ഉള്ള മരുന്നോ മറ്റോ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കൽ, അതുകൊണ്ട് നോമ്പ് മുറിയും. അതുപോലെ തന്നെ ഒരാൾക്ക് ചങ്കിലൊക്കെ കുഴലിട്ടുകൊണ്ട് അതിലൂടെ ഭക്ഷണം ഉള്ളിലേക്ക് കടത്തിയാലും അതുകൊണ്ട് നോമ്പ് മുറിയും. ഇന്നർ സ്കാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ കൃത്യമായ ആ മെഡിക്കൽ ലാംഗ്വേജ് എനിക്കത് മനസ്സിലായിട്ടില്ല. ഇന്നർ സ്കാനിംഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങൾ, ഉപകരണങ്ങൾ ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ടുള്ള സ്കാൻ ആണെങ്കിൽ അതുകൊണ്ട് നോമ്പ് മുറിയും. അതുകൊണ്ട് നോമ്പ് മുറിയുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ മറുപടി. ഇഞ്ചക്ഷനെ 3 തരത്തിലായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, മാംസത്തിലേക്ക് മരുന്ന് കുത്തിവെക്കുക, 2 ഞരമ്പിലൂടെ മരുന്ന് കുത്തിവെക്കുക, 3 ഈ തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ മരുന്ന് കുത്തിവെക്കുക. ഇങ്ങനെ ഈ ആദ്യം പറഞ്ഞ 2 രൂപത്തിലും ഉള്ള മരുന്ന് കുത്തിവെക്കൽ കൊണ്ട് നോമ്പ് മുറിയില്ല. എന്നാൽ മൂന്നാമത് പറഞ്ഞ മലദ്വാരത്തിലൂടെയോ മറ്റോ ഉള്ളിലേക്ക് മരുന്നോ മറ്റോ എന്തെങ്കിലും പ്രവേശിപ്പിക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുന്നതാണ്. ഇതാണ് പ്രബലമായ അഭിപ്രായം എന്ന് അറിയിക്കുന്നു. ബാക്കി ചോദ്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല. എവിടം വരെയാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്, DC ആയത് എന്നും എനിക്കറിയുന്നില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി പറയാൻ ഞാൻ ഏതായാലും സമയം എടുക്കുന്നില്ല. സമയം 12 മണിയായിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ വേഗത്തിൽ ചോദിക്കണം. അസ്സലാമു അലൈക്കും. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈറൻ യാ ഉസ്താദ്. വളരെയേറെ പ്രസക്തമായ ക്ലാസ്, വളരെയേറെ മനസ്സിലാവുന്ന രീതിയിൽ വളരെ വ്യക്തമായിട്ട് കൊണ്ടുള്ള ക്ലാസ്, വളരെയേറെ സന്തോഷം. എന്നാലും 1-2 ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. അപ്പൊ അതൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വൈഫിന് കഴിഞ്ഞ കൊല്ലത്തെ നോമ്പ് ഖളാ വീട്ടാനുണ്ട്. അപ്പൊ അത് ഈ കൊല്ലത്തെ ഈ നോമ്പിന്റെ സമയത്താണോ അതോ നോമ്പ് കഴിഞ്ഞതിന് ശേഷമാണോ മുദ്ദ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. പിന്നെ അതേപോലെ നമ്മള് അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സുബഹി ബാങ്കിന്റെ മുമ്പായിട്ട് നോമ്പ് നോക്കുന്നതിന് മുമ്പായിട്ട് കുളിക്കണോ എന്നുള്ളതും കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. മൈക്ക് റിലീസ്. സഹോദരൻ, ചോദ്യത്തിന്റെ ആദ്യ ഭാഗം എനിക്ക് ക്ലിയറായി മനസ്സിലായിട്ടില്ല. രണ്ടാമത്തത് ഭാര്യയുമായി ബന്ധപ്പെട്ട സുബഹി ബാങ്കിന്റെ മുമ്പ് കുളിക്കണമെന്നാണ്. കുളിക്കൽ നിർബന്ധമില്ല, കുളിക്കൽ സുന്നത്താണ്. ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ അഥവാ ഒരാൾക്ക് ജനാബത്തുണ്ടായാൽ അല്ലെങ്കിൽ ഹൈളോ നിഫാസോ ഉണ്ടായി രക്തം മുറിഞ്ഞാൽ സുബഹിക്ക് മുമ്പ് കുളിക്കൽ നിർബന്ധമാണ്, കുളിക്കൽ സുന്നത്താണ്. എന്നാൽ കുളിച്ചില്ലെങ്കിലും അയാളുടെ നോമ്പിന് തകരാറൊന്നും ഉണ്ടാകുന്നതല്ല. ചോദ്യത്തിന്റെ ആദ്യ ഭാഗം ഒന്നുകൂടെ ആവർത്തിക്കണം എന്ന് വിനീതമായി അറിയിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. അതായത് ഉസ്താദെ, നമ്മൾ കഴിഞ്ഞ വർഷത്തെ നോമ്പ് ഖളാ വീട്ടാനുണ്ട്. അപ്പം ആ വർഷത്തെ നോമ്പിന്റെ മുദ്ദ് ഈ വർഷം നോമ്പിന് കൊടുത്ത് വീട്ടിയാൽ മതിയോ അതോ നോമ്പിന് ശേഷം കൊടുത്ത് വീട്ടിയാൽ മതിയോ? പിന്നെ അതേപോലെ ഈ ഖളാ വീട്ടുന്ന നോമ്പ് ഇരട്ടിക്കോ എന്നുള്ളൊരു സംശയം കൂടി ഉണ്ട്. അതായത് നോമ്പ് ഇരട്ടിക്കോ, ഒരു നോമ്പിന് 2 നോമ്പ് നോക്കണോ എന്നുള്ള ഒരു ഇതുണ്ടോ, അതും കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു.
പ്ലീസ്. നോമ്പ് മുദ് ഖളായതിനു ശേഷം എപ്പോഴും കൊടുക്കാവുന്നതാണ്. നോമ്പ് ഇരട്ടിക്ക എന്നൊന്നില്ല. നോമ്പ് ഇരട്ടിക്കൂല. ഒരു നോമ്പിന് 2 നോമ്പില്ല. അതേസമയത്ത് ഖളാ വീട്ടാൻ വൈകിയ മുദ് ഇരട്ടിക്കും. പിന്നെ മുദ് കൊടുക്കേണ്ടത് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മുദ് കൊടുക്കേണ്ടത് എല്ലാരും കൊടുക്കേണ്ടതല്ല. ഒന്ന് പിന്നെ ഭാര്യ കുട്ടിയുടെ മാത്രം കാരണത്താലാണ് നോമ്പ് ഒഴിവാക്കിയത് എങ്കിലേ മുദ്ദുള്ളൂ. അല്ലെങ്കിൽ അവർ ഖളാ വീട്ടിയാൽ മതി. സ്വന്തം ശരീരത്തിന്റെ കാരണത്താലോ അല്ലെങ്കിൽ ശരീരത്തിനും കുട്ടിക്കും എന്തെങ്കിലും പ്രയാസമുണ്ടാകും എന്ന കാരണത്താലോ നോമ്പൊഴിവാക്കിയതാണെങ്കിൽ പിന്നെ മുദ്ദു കൊടുക്കേണ്ടതില്ല. ഖളാ വീട്ടിയാൽ മാത്രം മതി. ഏതായിരുന്നാലും ചോദ്യത്തിൽ അത് വന്നിട്ടില്ല, ഞാനൊന്ന് വിശദീകരിച്ചു എന്നേ ഉള്ളൂ. നോമ്പ് ആവർത്തിക്കപ്പെടില്ല. അതേസമയത്ത് 1 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ മുദ് ഇരട്ടിയാകുന്നതാണ്. മാസമുറ കാരണം 1 കൊല്ലത്തിന്റെ ഇടക്ക് ഖളാ വീട്ടുന്നുണ്ടെങ്കിൽ മുദ്ദില്ലല്ലോ. ഖളാ വീട്ടാൻ വൈകിയതിന്റെ മുദ് മാത്രം ഉണ്ടാകുക, അത് 1 കൊല്ലം കഴിഞ്ഞാൽ. 1 കൊല്ലം കഴിഞ്ഞ് ഖളാ വീട്ടിയിട്ടില്ലെങ്കിൽ മാത്രമാണ് അവിടെ മുദ്ദുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഭാര്യയുടെ മുദ് വിദേശത്തുള്ള ഒരു ഭർത്താവ് വിദേശത്ത് കൊടുക്കാൻ പറ്റുമോ? ചോദ്യം കൃത്യമായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കേട്ടതനുസരിച്ച് പറയാം. ഭാര്യയുടെ മുദ് വിദേശത്ത് കൊടുക്കാമോ എന്നാണോ ചോദിച്ചത്? ഭാര്യ നാട്ടിലാണ്, മുദ് വിദേശത്ത് കൊടുക്കാമോന്നോ? അങ്ങനെയാണോ? ഭാര്യ നാട്ടിലാണ്, വിദേശത്തുള്ള ഭർത്താവിന് വിദേശത്ത് കൊടുത്താൽ മതിയോ എന്നാണോ? അതെ, നാട്ടിലാണ്. ഇതൊക്കെ ഈ സക്കാത്ത് നീക്കം ചെയ്യുന്നതിന്റെ ഹുക്കുമ് പറഞ്ഞതുപോലെ നാട്ടിലാണ് കൊടുക്കേണ്ടത്. ഭാര്യ എവിടെയാണോ ഉള്ളതെങ്കിൽ അവിടെയാണ് കൊടുക്കേണ്ടത്. അതേസമയത്ത് ഇവിടെ കൊടുത്താലും അത് വീടുമൊക്കെ ചെയ്യും. കൊടുക്കേണ്ട അവകാശികൾക്കായിരിക്കണം കൊടുക്കേണ്ടത്. എവിടെയാണോ ഇത് നോമ്പ് ഒഴിവാക്കിയ ആളുള്ളത് അവിടെയാണ് കൊടുക്കേണ്ടത്. പിന്നെ എനിക്ക് ഉസ്താദിന്റെ നല്ല ക്ലാസ് കേട്ട് എനിക്ക് ഒരു സംശയം ചോദിക്കാനുള്ളത്, ഭർത്താവിനോ ആദ്യം നോമ്പുണ്ടായിരുന്നില്ല, ഭാര്യയ്ക്കോ ആദ്യം നോമ്പുണ്ടായിരുന്നില്ല, അങ്ങനെ അവര് ജിമാ ചെയ്ത് എങ്കിൽ ഈ പറയപ്പെട്ട കഫാറത്ത് നിർബന്ധമാണോ എന്നാണ്. ഉസ്താദ് ഒന്ന് വിശദീകരിച്ചു തന്നാൽ. അത് നിർബന്ധമില്ല. നോമ്പ് ജിമാവ് കൊണ്ട് നോമ്പ് മുറിച്ചാലേ കഫാറത്ത് നിർബന്ധമുള്ളൂ. മറ്റേതെങ്കിലും കാരണത്താൽ നോമ്പ് മുറിച്ചതിന് ശേഷം ജിമാവ് ചെയ്യുന്നത് കൊണ്ട് കഫാറത്ത് നിർബന്ധമാകുന്നതല്ല. നോമ്പ് മുറിയാനുള്ള കാരണം ജിമാവ് ആകുമ്പോൾ മാത്രമേ കഫാറത്ത് നിർബന്ധമാവുകയുള്ളൂ. പിന്നെ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് പിന്നെ മൈക്ക് റിലീസ് ചെയ്യുന്നതാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ പിന്നെ എന്ന് പറഞ്ഞിട്ട് മൈക്ക് റിലീസ് ചെയ്യുമ്പോൾ അത് കട്ടായതാണെന്ന സംശയത്തിലാണ് വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ നിസ്കാര ജമ്മാക്കാനുള്ള പിന്നെ വഴിദൂരം അതിപ്പോ ഒരു അഭിപ്രായ പ്രകാരം ചെറിയ യാത്ര ആണെങ്കിലും ജമ്മാക്കാന്നുണ്ടല്ലോ. ആ നിലയ്ക്ക് ഈ നോമ്പിന്റെ കാര്യത്തിൽ അത് പിന്നെ ചെറിയ യാത്ര ആണെങ്കിൽ പിന്നെ നോമ്പ് ഒഴിവാക്കാൻ പറ്റുമോ എന്ന വിഷയം. ചെറിയ യാത്രക്ക് നോമ്പ് ഒഴിവാക്കാൻ ആവശ്യമില്ല. അതേസമയത്ത് നടന്നു പോകുന്ന ഒരു ചെറിയ യാത്ര എന്ന് വിചാരിക്കുക,
ഒരു 10-15 കിലോമീറ്റർ നിർബന്ധിതാവസ്ഥയിൽ ഒരാൾക്ക് നടന്നു പോയിട്ട് യാത്രാ സൗകര്യമൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് നടന്നു പോകേണ്ടി വരുമല്ലോ വന്നാൽ, അപ്പോൾ അവിടുത്തെ ആ നോമ്പ് ഒഴിവാക്കേണ്ട അവസ്ഥ എന്താണ് എന്നതാണ് ഒന്ന്. പിന്നെ നമ്മൾ ഈ നീയത്തിന്റെ കാര്യം പറഞ്ഞു. ഒരാളിപ്പോ നീയത്ത് ഇപ്പൊ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന്റെ ഇടയിൽ ബാങ്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ അവസ്ഥ, നീയത്ത് വെക്കാൻ മറന്നു. അങ്ങനെ ബാങ്ക് കൊടുത്തിട്ട് 5 മണിക്കാണ് ബാങ്ക് കൊടുക്കണമെങ്കിൽ 5 മണിക്ക് 1 സെക്കൻഡ് 2 സെക്കൻഡൊക്കെ ഉള്ള സമയത്താണ് നീയത്ത് ഓർമ്മ വന്നിട്ട് ഇയാൾ നീയത്തിൽ വെക്കാൻ ഒരുങ്ങിയപ്പോഴത്തേന് ടൈമായി. അപ്പൊ എന്താണ് അയാൾ അതിന്റെ അവസ്ഥ? അപ്പൊ 2 പിന്നെ നമ്മൾ ഈ വായ അങ്ങനെ തുറന്നു നിൽക്കുമ്പോ പാറ്റ കൊണ്ട് വന്നെന്ന് പറഞ്ഞല്ലോ, പാറ്റ അങ്ങോട്ട് കടന്നാല് ഇങ്ങോട്ട് തന്നെ എടുത്താലും നോമ്പ് മുറി, അങ്ങോട്ട് പോയിച്ചിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞല്ലോ. അതിന്റെ പരിധി ഏതാണ്? അഥവാ ആ പാറ്റ നമ്മള് ഉള്ളിക്കട ഇറങ്ങി പോയിട്ടില്ല, നേരത്തെ അത് അതിന്റെ മുമ്പ് പറഞ്ഞ മാതിരി കഫൊക്കെ ഇങ്ങോട്ട് കാർക്കിച്ചിട്ട് എടുക്കണ ആ ഒരു പരിധിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കിയാൽ മാത്രമേ ഇറങ്ങിപ്പോവുള്ളൂ. ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് പോരുന്ന ഒരവസ്ഥയിലാണ് ഇങ്ങോട്ട് എടുക്കുന്നതിന്റെ വേണ്ടത് എന്നതൊന്ന്. അപ്പൊ 3 പിന്നെ അതിന്റെ ശേഷം ചോദിക്കും ഇൻഷാ അല്ലാഹ്. ഉസ്താദ് ചോദിച്ചത് വേറെ ആരുടെയൊക്കെ സംശയമായിരിക്കുന്നു വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കും. പിന്നെ ചെറിയ യാത്ര എന്ന് പറഞ്ഞല്ലോ, യാത്ര പിന്നെ ജമ്മും കസറും ജായിസാകുന്ന യാത്ര കൊണ്ട് നോമ്പ് ഒഴിവാക്കാൻ അത് പറഞ്ഞെടുത്ത് പറഞ്ഞു. ലാ കസീർ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞു. ചെറിയ യാത്രയല്ല, അഥവാ ജമ്മും കസറും അനുവദിക്കപ്പെടുന്ന യാത്രയാണെങ്കിൽ ആ ദൂരമുള്ള യാത്ര കൊണ്ട് യാത്ര എന്ന കാരണത്താൽ നോമ്പ് ഒഴിവാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഉസ്താദ് ചോദിച്ചപ്പോ ആ യാത്രയിൽ അയാൾക്ക് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കഠിനമായ വിശപ്പ് അല്ലെങ്കിൽ കഠിനമായ ദാഹം എന്നതിനാൽ അയാൾക്ക് ഹലാക്ക് ഭയപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ അക്കാരണത്താൽ ഒഴിവാക്കാം. ഇങ്ങനെയാണ് മനസ്സിലാകുന്നത്. യാത്ര എന്ന കാരണത്താൽ ഒഴിവാക്കുന്നത് ഈ പറയപ്പെട്ട ദൂരപരിധിയുള്ള യാത്രയിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നാണ് മനസ്സിലായിട്ടുള്ളത്. കാരണം പ്രത്യേകിച്ച് കസീറായ യാത്രയല്ല എന്ന് അവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ചോദിച്ചത് നിയത്ത് വെക്കാൻ നേരം കിട്ടുന്നതിന്റെ മുമ്പ് അയാള് വാങ്ങിക്കൊടുത്തു എന്നുള്ളതാണ്. നിയത്തിന്റെ പറഞ്ഞിട്ടുള്ളത് തബീയത്ത് എന്നാണല്ലോ, രാത്രിയിൽ നിയത്ത് ചെയ്യണം എന്നാണ്. അപ്പൊ രാത്രിയിൽ നിയത്ത് സംഭവിച്ചോ എന്നാൽ ആ നോമ്പ് ശരിയാകും. അല്ല പകലിൽ ആണോ അയാൾ നോമ്പ് നിയത്ത് ചെയ്യുമ്പോൾ, ഈ നിയത്ത് ചെയ്യാൻ അതിന് അരമണിക്കൂറൊന്നും വേണ്ടല്ലോ. എത്രയാ വേണ്ടത്? നാളത്തെ റമദാൻ നോമ്പ് ഞാൻ നോൽക്കുന്നു, ഇത് മനസ്സിൽ കരുതേ വേണ്ടുള്ളൂ, പറയും വേണ്ടല്ലോ. അപ്പോ അതിനുള്ള ഒരു സമയം അത്രേ വേണ്ടുള്ളൂ, അതിനൊരു സെക്കൻഡ് മതിയല്ലോ. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, രാത്രിയിൽ നിന്നും അത്രയും സമയം അയാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആ സമയത്താണ് അയാളുടെ നിയ്യത്ത് സംഭവിച്ചതെങ്കിൽ, തബീയത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നോമ്പ് സാധുവാണ്, അല്ലെങ്കിൽ നോമ്പ് സാധുവല്ല. പിന്നെ ഈച്ച പിന്നെ പുറത്തെടുക്കുക എന്ന് പറഞ്ഞിടത്ത് തജ്വീദിന്റെ ഉസ്താദായതുകൊണ്ട് പ്രത്യേകിച്ച് വേഗം മനസ്സിലാവും. സാക്കിനായ ഹാഇന്റെ മഖ്റജ് എന്ന് പറഞ്ഞു കണ്ടു. അവിടുന്ന് അങ്ങോട്ട് താഴോട്ട് പോയാലാണ് നോമ്പ് മുറിയ. സാക്കിനായ ഹാഇന്റെ മഖ്റജ് അവിടുന്ന് അങ്ങോട്ട് താഴോട്ട് പോയാൽ പിന്നെ നോമ്പ് മുറിയുന്നതാണ്. അപ്പൊ അതിന്റെ താഴ്ന്നിങ്ങോട്ട് എടുത്താലാണ് മുറിയ. ഇങ്ങനെയാണ് കാണല. തൊള്ളയിൽ കിടന്നുകൊണ്ട് മാത്രം മുറിയില്ല. അങ്ങനെയൊക്കെയാണ് എന്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളത് എന്നറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇനി കൂടുതൽ പറയാൻ പിന്നെ വളരെയേറെ വൈകിയിട്ടുണ്ട്. ഞാനിരുന്നാലും ആളുകളെ പരീക്ഷിക്കലാണ്, അതുകൊണ്ട് നിർത്തേണ്ടിയിരിക്കുന്നു എന്നറിയിക്കുന്നു. ഒരാൾക്കും കൂടെ കൈ പൊക്കിയിട്ടുള്ള 2 ആൾക്കും കൂടെ ഇൻഷാ അല്ലാഹ് അവസരം കൊടുക്കാം. ഒരാളേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്നലെ രാത്രി ഞാൻ നോമ്പിന് നിയ്യത്ത് ചെയ്തിരുന്നോ ഇല്ലേ എന്ന് ഇന്ന് പകല് സംശയം വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. അസ്സലാമു അലൈക്കും.
ആ ഭാഗം എനിക്കൊന്ന് നോക്കേണ്ടതുണ്ട്. നോക്കിയതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ആ ഭാഗം ഇന്ന് നോക്കിയ കൂട്ടത്തിൽ ആ ഭാഗം ഉറപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നോക്കിയതിന് ശേഷമേ പറയുള്ളൂ. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കണ്ടല്ലോ. ഞാൻ സക്കാത്തിനെ പറ്റിയിട്ടാണ് ചോദിക്കണത്. സക്കാത്ത് കൊടുക്കേണ്ടതിനെ പറ്റിയിട്ട്. അതായത് 30 പവനില് 14 പവന് ആഭരണമാണ്, 16 പവൻ കോയിൻസ് ആണ്. അപ്പോൾ അതിന് എങ്ങനെ സക്കാത്ത് കൊടുക്കേണ്ടി വരിക എന്നുള്ളതാണ്. എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടി വരിക എന്ന്. പിന്നെ രണ്ടാമത്തത്, പിന്നെ വരുമാനമില്ലാത്ത സ്വത്തിന്, അതായത് വരുമാനമില്ലാത്ത സ്വത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? അത് പിന്നെ എങ്ങനെയാണ്, അത് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതിനും കൂടെ മറുപടി പറഞ്ഞ് ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഇത് ഈ ക്ലാസ്സിൽ പെട്ടതല്ല ശരിക്ക്. സഹോദരൻ ചോദിച്ചുകൊണ്ട് പറയാണ്. 16 പവൻ കോയിൻസ് ആണെങ്കിൽ അതിന് 2.5%, അതിന്റെ മൊത്തത്തിൽ 2.5% കൊടുക്കണം. 14 പവൻ ആഭരണമാണ് എന്ന് പറഞ്ഞു. ആഭരണം സ്ത്രീയുടെ അനുവദിക്കപ്പെട്ട ആഭരണമാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഹലാലായ ആഭരണമാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അത് പിന്നെ കൂടിയാലും കുഴപ്പമില്ല എന്നുള്ളതാണ് അതിന്റെ മസല. കോയൻ എന്നുള്ളത് ആഭരണമല്ല. അതുകൊണ്ട് പിന്നെ 16 പവനുണ്ട്. അപ്പൊ അത് 82 ഗ്രാമിനേക്കാൾ കൂടുതലുണ്ടാവുമല്ലോ. അതുകൊണ്ട് അതിന്റെ മൊത്തം 2.5% സക്കാത്തായിട്ട് കൊടുക്കണം. ഇത്രയുമാണ് ഇവിടെ പിന്നെ തൽക്കാലം ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഒരു PM 1, 2, 3 ചോദ്യങ്ങൾ കാണുന്നുണ്ട്. ഒരാൾ ഫജ്ർ ആയപ്പോൾ ലിംഗം പുറത്തെടുത്ത് സ്ഖലനം നടന്നാലും നോമ്പ് മുറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഒരാൾ ലിംഗം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ സ്ഖലനം നിയന്ത്രിച്ചു നിർത്തി. എങ്കിൽ എന്താണ് വിധി? സ്ഖലിച്ചാലും ഇല്ലെങ്കിലും നോമ്പ് മുറിയും. അയാളുടെ പിന്നെ ഇവിടെ പുറത്തെടുത്തോ എന്നുള്ളതാണ്. സമയമായപ്പോ അയാൾ പുറത്തെടുത്തോ ഇല്ലേ എന്നുള്ളതാ. പുറത്തെടുത്താൽ ഈ ചോദ്യകർത്താവ് ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കണോ? ചോദ്യം ഇങ്ങനെ ഒരു ഇതായതുകൊണ്ട് ഞാൻ ആളെ പറയുന്നില്ല. അപ്പോ പിന്നെ അയാൾ പുറത്തെടുത്തോ ഇല്ലേ എന്നുള്ളതാണ് വസ്തുത എന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. അതായത് പുറത്തെടുത്തു എന്ന് പറഞ്ഞാൽ അയാൾ നോമ്പിനെ പരിഗണിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അയാൾക്ക് ഇൻസാലായോ സ്കലിച്ചോ ഇല്ലേ എന്നുള്ളതല്ല, അയാൾ നോമ്പിനെ പരിഗണിച്ചോ ഇല്ലേ എന്നുള്ളതാണ്. പുറത്തെടുത്തു എന്ന് പറഞ്ഞാൽ ആളെ നോമ്പിനെ പരിഗണിച്ചു എന്നാ, അതുകൊണ്ട് നോമ്പ് മുറിയില്ല. എന്നാൽ സമ്മർദ്ദം കാരണം അവിടെ അങ്ങനെ വെച്ചോണ്ടിരുന്നു. പിന്നെ സ്ഖലനം നിയന്ത്രിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഇതിങ്ങനെ ഏതായിരുന്നാലും നിയന്ത്രിച്ചാലും ഇല്ലെങ്കിലും അയാൾ പുറത്തെടുക്കാത്തത് കാരണം അയാളുടെ നോമ്പ് കെട്ടുപെടുകയില്ല. മാത്രമല്ല സ്ഖലനം നടന്നിട്ടില്ലെങ്കിലും നോമ്പ് മുറിയുന്നതാണ്. പിന്നെ അയാൾ കഫാറത്ത് കൊടുക്കേണ്ടി വരികയും ചെയ്യും. വേറെ ഒരാള് ചോദിച്ചിട്ടുള്ളത് വരുമാനം ഇല്ലാത്ത സ്വത്തിന് സക്കാത്ത് കൊടുക്കണം. ഏതാണ് സക്കാത്ത് കൊടുക്കേണ്ട സ്വത്തുകൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. കൃഷിയിനങ്ങളിൽ നെല്ല്, ഗോതമ്പ് അഥവാ മുഖ്യാഹാരമായി കണക്കാക്കപ്പെടുന്നവ, അതേപോലെ പഴങ്ങളിൽ ഈത്തപ്പഴം, മുന്തിരി എന്നിങ്ങനെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. മൃഗങ്ങളിൽ ആട്, മാട്, ഒട്ടകം, പിന്നെ ലോഹങ്ങളിൽ സ്വർണം, വെള്ളി, ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമാണ്. പിന്നെ കച്ചവട ചരക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കാണ്, മുതലിന്റെ ഇനങ്ങൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്.
നിങ്ങൾ വരുമാനമില്ലാത്ത മുതൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്നറിയില്ല. എല്ലാത്തിനും കൂടെ എല്ലാ വരുമാനമുള്ളതിനും സക്കാത്ത് നിർബന്ധമില്ല. അയാൾക്ക് കുറെ തെങ്ങും തോട്ടം ഉണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കുറെ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്, അതൊന്നും റബ്ബർ എന്ന നിലക്ക് അതിന് സക്കാത്തില്ല. കെട്ടിട വാടകയാണെങ്കിൽ വാടക എങ്ങനെ വരുമാനമില്ലാത്തതായി? വാടക പറഞ്ഞാൽ തന്നെ വരുമാനമല്ലേ. പക്ഷെ കെട്ടിട വാടക എന്നുള്ള നിലക്ക് പിന്നെ അതിന് സക്കാത്തില്ല. അയാളുടെ അടുക്കൽ പിന്നെ അക്കൗണ്ടിൽ 595 ഗ്രാം വെള്ളിയുടെ പൈസ അയാൾ ഒരു കൊല്ലം സൂക്ഷിച്ചാൽ അതിന് സക്കാത്ത് കൊടുക്കണം. അത് കെട്ടിട വാടകയായാലും വേണ്ടില്ല, എന്ത് വാടകയായാലും വേണ്ടില്ല. അവിടുന്ന് അങ്ങോട്ട് മേപ്പോട്ടുള്ളതിന്റെ ഒക്കെ 2.5% കൊടുക്കുക എന്നുള്ളതാണ്. അതിന് സക്കാത്ത് സംബന്ധമായ ചർച്ചകളൊക്കെ ഇൻഷാ അല്ലാ അത് സംബന്ധമായ ഒരു ക്ലാസ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നൂർ ഫൈസി ഉസ്താദിന് PM-ലൂടെയോ ചോദിക്കണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഒരു മാരത്തോൺ ക്ലാസ് ആയെന്ന് സംശയമുണ്ട്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. കുറെ കാര്യങ്ങളൊക്കെ പരസ്പരം പങ്കുവെക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. കഫം എങ്ങനെയാണ് താഴോട്ട് ഇറങ്ങിയാലും നോമ്പ് മുറിയുമോ? സ്ഥിരമായിട്ട് ജലദോഷം ഉള്ള ആൾക്ക് കഫം താഴോട്ടിറങ്ങിയാൽ എന്തു ചെയ്യും? കഫം താഴോട്ട് അറിയാതെ ഇറങ്ങിപ്പോയാൽ നോമ്പ് മുറിയില്ല. അവനെ ഇറക്കി വിട്ടാലാണ് നോമ്പ് മുറിയ. അതും ഈ പറഞ്ഞത് നേരത്തെ പറഞ്ഞ സാക്കിനായ ഹാ ഉച്ചരിക്കുന്നതിന്റെ പരിധിക്ക് താഴെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാലും മുറിയില്ല. അവിടുന്ന് ഇങ്ങോട്ട് മേപ്പോട്ട് വായയുടെ പരിധിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് ഇറക്കുമ്പോഴാണ് മുറിയുള്ളൂ. ആ പരിധിക്ക് താഴോട്ട് നിന്ന് അങ്ങോട്ട് തന്നെ ഇറങ്ങിപ്പോകുന്നത് കൊണ്ടോ ഇറക്കുന്നത് കൊണ്ടോ നോമ്പ് മുറിയില്ല. കാരണം അത് അല്ലെങ്കിൽ തന്നെ ഉള്ള് എന്നതിന്റെ പരിധിയിലാണ് വരുന്നത്. എന്നാൽ ഈ വായയുടെ കാണുന്ന പുറം ഭാഗത്തേക്ക് വന്നതിന് ശേഷം രണ്ടാമത് അയാൾ മനഃപൂർവ്വം ഇറക്കിക്കളയുമ്പോൾ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതാണ്. അയാളുടെ പ്രവർത്തനത്തിനാൽ അല്ലാതെ അറിയാതെ ഇറങ്ങിപ്പോയാൽ നോമ്പ് മുറിയുന്നതല്ല.